എഞ്ചിൻ കണ്ടുപിടിച്ച ജോർജ് സ്റ്റീവൻസൺ ആ എഞ്ചിൻ കണ്ടുപിടിച്ച ശേഷം സന്തോഷത്തോടെ തൻ്റെ പെങ്ങൾ മേരിയെ അതിനകത്ത് കയറ്റി വെച്ച് ഓടിക്കാമെന്ന് വിചാരിച്ചു, ഈ സന്തോഷം പങ്കുവെക്കാൻ. അപ്പം മേരിയെ വിളിച്ച് എഞ്ചിനകത്ത് കയറ്റി. എഞ്ചിൻ സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാകത്തില്ല. ചിലർ കയറിയാൽ ഓടുന്നത് നിന്ന് പോവും. അപ്പം മേരി പറഞ്ഞു, ജോർജ് ഇത് ഓടാൻ പോകുന്നില്ല, ജോർജ് ഇത് ഓടത്തില്ല, ജോർജ് ഇത് ഓടത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചവൻ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടൊരു സ്റ്റാർട്ടിങ് അങ്ങ് കൊടുത്തു. സ്റ്റാർട്ടായി. എഞ്ചിനല്ലേ ആദ്യമേ കാണുക, കുതിക്കാൻ തുടങ്ങി. അപ്പം മേരി പറഞ്ഞു, ജോർജെ ഇത് നിൽക്കാൻ പോകുന്നില്ല, ജോർജെ ഇത് നിൽക്കാൻ പോകുന്നില്ല. ദൈവം ഒന്ന് ആരംഭിക്കുമ്പോൾ പിശാച് പറയും ഓടില്ല. പക്ഷെ ദർശനം നൽകിയത് ദൈവമാണെങ്കിൽ ഓടിക്കാനും പൂർത്തീകരിപ്പാനും അവൻ ശക്തനായവനാണ്. കൈകൾ അടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. എല്ലാവരും കൈയടിച്ച് വാ തുറന്നു ദൈവത്തെ സ്തുതിച്ച്. ഈ വേദപുസ്തകം പറയുന്നൊരു വാക്യമുണ്ട്, 116 സങ്കീർത്തനം 16 വാക്യം, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എല്ലാവർക്കും ഒന്നും സ്തോത്രം പറയാനൊക്കില്ല. ഞാൻ എത്ര ഇവിടെ നിന്ന് സ്തോത്രം പറയാൻ പറഞ്ഞാലും എല്ലാവർക്കും പറയാൻ കഴിയില്ല. കേരളത്തിലെ യൂണിയൻ കൺവെൻഷനുകളിൽ ചിലപ്പോഴൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സ്തോത്രം പറയാമോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ പറയണമെന്നുണ്ട് വായിന്ന് വരാറില്ല, കൈ അടിക്കണമെന്നുണ്ട് അടിക്കാൻ കഴിയാറില്ല, ഹല്ലേലൂയ പറയണമെന്നുണ്ട് പറയാൻ കഴിയില്ല. ബന്ധനം അഴിയപ്പെട്ടവനെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയൂ. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് അഴിയപ്പെട്ട ദൈവജനം ഇന്ന് രാത്രി ഒന്നുകൂടെ കൈകൾ അടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട് എല്ലാവരും നിങ്ങൾ കരമൊന്ന് അടിച്ചു തുടങ്ങിക്കേ. വായം തുറന്നേ ദൈവത്തെ സ്തുതിച്ച് ശക്തിയോട്, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ശക്തിയോടെ 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 ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാടുന്ന രാത്രി, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലോകം മുഴുവൻ ഒരു പ്രത്യേക അവസരത്തിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളിയായിരുന്നു, ഇന്ന് ദുഃഖശനിയാണ്, നാളെ ഉയർപ്പിൻ ഞായറാണ്. അപ്പോൾ ലോകം മുഴുവൻ അത് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനാൽ പലർക്കും പല ഗുണമുണ്ടായി. യഹൂദന്മാർക്ക് ഒരു ബറബാസിനെ കിട്ടി, യൂദായിക്ക് 30 വെള്ളിക്കാശ് കിട്ടി, പടയാളികൾക്ക് പഴയ അങ്കി കിട്ടി. നമ്മുടെ നാട്ടിൽ ചിലർക്ക് ആണ്ടിൽ ഒരു ദുഃഖവെള്ളിയും ഉയർപ്പും ഞായറും കിട്ടി. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനാൽ നമുക്ക് നിത്യജീവൻ കിട്ടി. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനാൽ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി കിട്ടി. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി കയ്യിലായുധമായി കാവൽ നിന്ന കാവൽക്കാരുടെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ച ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി റോമ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര തകർത്ത ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി നിർജീവ ശരീരത്തിന്മേൽ ജീവൻ വ്യാപരിപ്പിച്ച് കർത്താവിനെ പുറത്തു കൊണ്ടുവന്ന ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ തണ്ടുവാൻ കൊണ്ടിരുത്തിയ ഭിക്ഷക്കാരൻ്റെ ഞാടി ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിപ്പിച്ച് അവനെ ചാടി എഴുന്നേൽപ്പിച്ച ശക്തിയാണ്. ആ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈകളടിച്ച് വാ തുറന്ന് അന്യഭാഷയിൽ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നു. നിന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ച ദൂതിലേക്ക് വീണ്ടും ഞാൻ പ്രവേശിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളോട് ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം ഇപ്പോൾ വായിക്കുന്നതാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. മതി. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഒരു നിമിഷം കണ്ണു കിടക്കാം. കർത്താവേ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്കായി വീണ്ടും വാഴ്ത്തുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഈ രാത്രിയിൽ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകില്ല, അങ്ങ് സ്തുതിക്കുന്നു. ഇതിനകത്ത് വന്ന എല്ലാവരുടെ മേലും നിന്റെ കരം സ്പർശിക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ, ആത്മവ്യാപാരമയക്കണമേ. അവിടുത്തെ കരം ഞങ്ങളെ സ്പർശിച്ചിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. ഈ രാത്രി ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടാൽ നമിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഇതാവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും,
ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വേ, ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം പലതുകൊണ്ടും വ്യത്യസ്തമായ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം പലതിൻ്റെയും ആരംഭമായിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം പലതിൻ്റെയും അവസാനമായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും കത്തിയഴിഞ്ഞു മാറുന്നു, പുത്തൻ ആകാശവും പുത്തൻ ഭൂമിയും വെളിപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയിലേക്ക് പാപം പ്രവേശിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയിൽ നിന്ന് പാപം നീക്കപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയിലേക്ക് ശാപം പ്രവേശിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയിൽ നിന്ന് ശാപം നീക്കപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ കണ്ണുനീർ ചാലുകൾ വീഴ്ത്തുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കണ്ണുനീർ സ്വർഗത്തിലെ ദൈവം തൻ്റെ കൈയാൽ തുടച്ചു മാറ്റുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ പർദീസയിൽ നിന്ന് മനുഷ്യൻ ആട്ടി ഓടിക്കപ്പെടുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താൻ ജയാളിയാകുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ സാത്താൻ പരാജയപ്പെടുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സാത്താൻ മേൽ ജയം ഘോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കൺവെൻഷൻ്റെ ലാസ്റ്റ് ദിവസം ആരംഭത്തിൽ ഞാൻ നിങ്ങൾ പറയാം, ദൈവ പൈതലേ, കർത്താവിൻ്റെ ദാസ, ദൈവ പൈതലേ, അല്പകാലഘട്ടത്തിൽ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബജീവിതത്തിൽ, നിൻ്റെ സഭയിൽ, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സാത്താൻ വിജയിക്കുന്നതായി നിനക്ക് തോന്നിയാലും ആത്യന്തിക വിജയം പിശാചിനല്ല, യേശുവിനത്രേ. അത്ര ശക്തിയുള്ളതെങ്കിൽ സ്തോത്രം പറയാം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയെ മനോഹരമായി സൃഷ്ടിച്ചു. സാത്താൻ ഈ ഭൂമിയെ വിരൂപമാക്കി കളഞ്ഞു. സാത്താൻ വിരൂപമാക്കിയ ഭൂമിയെ പുത്തനാക്കാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാണ്. നല്ല ഒരു ആരാധന കാണുമ്പോൾ, നല്ല ഒരു സഭ കാണുമ്പോൾ, നല്ല ഒരു കുടുംബജീവിതം കാണുമ്പോൾ പിശാചിൻ്റെ ചിന്ത എങ്ങനെ ഇത് തകർക്കാമെന്നാണ്, എങ്ങനെ ഇത് ഉടയ്ക്കാമെന്നാണ്, എങ്ങനെ നശിപ്പിക്കാമെന്നാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, പിശാചു വരുന്നത് നിന്നെ ബന്ധിക്കാനാണെങ്കിൽ യേശു കർത്താവ് വരുന്നത് ആ ബന്ധനത്തെ ഇന്ന് രാത്രി അഴിച്ചുവിടാൻ. പിശാചു വരുന്നത് നിന്നെ ശപിക്കാനാണെങ്കിൽ യേശു കർത്താവ് വരുന്നത് ആ ശാപത്തെ ഇന്ന് രാത്രി അനുഗ്രഹമാക്കി മാറ്റാനാണ്. പിശാചു വരുന്നത് നിന്റെ ജീവനെ കയ്യേറ്റം ചെയ്യുവാനാണെങ്കിൽ യേശു കർത്താവ് വരുന്നത് നിനക്കിന്ന് രാത്രി സമൃദ്ധിയായി ജീവൻ തരുവാനാണ്. ദൈവമക്കളെ കൈയൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഈ വചനം വചനമായി മാത്രമല്ല, അത് ദൈവശക്തിയായി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കണം. ഞാൻ വെറും ഒരു പ്രസംഗം നടത്തിപ്പാൻ ആഗ്രഹിക്കുന്നയാളല്ല. നിങ്ങൾ ഇവിടുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. കൈകൾ അടിച്ച് വാതുറന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറ, ദോഷ്ട പിശാചിയ ചില കെട്ടുകൾ, പിശാചി കെട്ടിയ ചില കെട്ടുകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി അഴിയപ്പെടട്ടെ. വാതുറക്ക്, അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, നിന്റെ നന്മയ്ക്കെതിരായി, നിന്റെ അനുഗ്രഹത്തിനെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി പിശാചി കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയപ്പെടട്ടെ. ഹല്ലേലൂയ. പിശാചി ബന്ധിക്കുന്നവനാണെങ്കിൽ നമ്മുടെ കർത്താവ് ബന്ധനത്തെ അഴിക്കുന്നവനാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം വളരെ വിശാലമായി പഠിക്കേണ്ട പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകത്തിലെ 1-ാം അധ്യായം 7-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഈ വെളിപ്പാട് പുസ്തകം ആരെഴുതി, ആർക്കെഴുതി, എങ്ങനെ എഴുതി, എപ്പോൾ എഴുതി, എന്തിനെഴുതി എന്നൊക്കെ 9-ാം വാക്യത്തിലുണ്ട്. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, നമുക്കറിയാം, എങ്കിലും നോക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ, ദൈവദാസൻ യോഹന്നാനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു. അപ്പം ഞാനെപ്പോഴും ദൂത് കൺഫേം ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ദൂത് ഇവിടെ വേണം. യോഹന്നാൻ ഏതാണ്ട് 92 വയസ്സ് പ്രായമുള്ള ദൈവദാസൻ. അപ്പോൾ എത്ര വയസ്സാ? 92. ഈ 92 വയസ്സ് പ്രായമുള്ള യോഹന്നാൻ 92ാമത്തെ വയസ്സിലും യേശുവിനെ പ്രസംഗിക്കുകയായിരുന്നു. യേശുവിനെ പ്രസംഗിക്കാനും ആരാധിക്കാനും പ്രായം ഒരു തടസ്സമല്ല.
ഒരു ദൈവവൈതലിന് ഈ ഭൂവിൽ റിട്ടയർമെൻ്റ് ഇല്ല. അദ്ദേഹം പടക്കളത്തിൽ നിന്ന് പർദീസയിലേക്ക് പറന്നു പോകുന്നവനാണ്. ഇവിടെയുള്ള പ്രായമുള്ള ദൈവമക്കളെ ഓർത്ത് നമ്മുടെ അച്ചായനൊക്കെ സ്തോത്രം കേൾക്കേണ്ട, ദൈവത്തെ സ്തുതിക്കുക. ഈ വേദപുസ്തകത്തിൽ 107 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ പേരാണ് ഹന്നാമ്മച്ചി. ഹന്നാമ്മച്ചിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസം പ്രാർത്ഥന, ഉപവാസം പ്രാർത്ഥന. 107 വയസ്സ് പ്രായമുള്ള അമ്മച്ചിക്ക് ഉപവസിപ്പാൻ നല്ല ബലം, പ്രാർത്ഥിപ്പാൻ നല്ല ബലം, ആരാധിക്കാൻ നല്ല ബലം. ഇവിടെ 21-കാരനോട് ഒരു നേരം ഉപവസിക്കാൻ പറഞ്ഞാൽ അവന് വയറ്റുവേദനയാണ്. നിന്റെ അകത്ത് അഭിഷേകം വ്യാപരിക്കുന്നെങ്കിൽ ദൈവത്തെ ആരാധിപ്പാൻ പ്രായം ഒരു തടസ്സമല്ല. ഒന്നുകൂടെ കൈയൊന്ന് ആട്ടിക്കേ. പ്രായം മറന്നും ക്ഷീണം മറന്നും കർത്താവിനെ അധ്വാനിക്കുന്ന ഓർത്ത് നമ്മുടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 92 വയസ്സ് പ്രായമുള്ള ഈ അഭിഷക്തൻ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ അതിന് ഇഷ്ടമില്ലാത്തൊരു വിഷയം വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കുന്നത്. ഉൽപ്പത്തിയും വെളിപ്പാടും അവന് ഇഷ്ടമല്ല. കാരണം ഉൽപ്പത്തി അവൻ്റെ വഞ്ചനയുടെ കഥയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം അവൻ്റെ സമ്പൂർണ്ണ പരാജയത്തിൻ്റെ പുസ്തകമാണ്. സ്തോത്രം. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ ശക്തിയോടെ. 92-ാമത്തെ വയസ്സിൽ ഈ ദൈവദാസൻ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ദൈവദാസൻ വചനം പ്രസംഗിച്ചതിൻ്റെ പേരിൽ, സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഡൊമീഷ്യൻ കൈസർ ഈ ദൈവദാസനെ പിടിച്ച്, ട്രഡീഷൻ പറയുന്നത് തിളച്ച എണ്ണയ്ക്കകത്തിട്ടെന്നാണ്. മത്തി വാർത്തെടുക്കുന്ന പോലെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അയില പൊരിച്ചെടുക്കുന്ന പോലെ വാർത്തെടുക്കാൻ, പൊരിച്ചെടുക്കാൻ അവന്ന് പീഡനം ആരംഭിക്കുകയാണ്. തിളച്ച എണ്ണയ്ക്കകത്തിട്ടു. എന്നാൽ ദൈവം തമ്പുരാൻ്റെ വലിയ കരം നീണ്ട് നീണ്ട് നീണ്ടു വന്ന് തിളച്ച എണ്ണയെ തൊട്ടു. തിളച്ച എണ്ണ AC റൂമായി മാറി. നിങ്ങൾക്ക് വിശ്വാസം പോരാ. ദൈവത്തിൻ്റെ കരം നിൻ്റെ കഷ്ടതയെ തൊട്ടാൽ അത് അനുഗ്രഹമായി മാറും. ദൈവത്തിൻ്റെ കരം നിൻ്റെ മരണത്തെ തൊട്ടാൽ അത് ജീവനായി മാറും. ദൈവത്തിൻ്റെ കരം നിൻ്റെ ഇല്ലായ്മയെ തൊട്ടാൽ സമൃദ്ധിയായി മാറും. ശക്തിയോടെ കൈകൾ അടിച്ച് പറ, വാ തുറന്ന് പറ, എൻ്റെ കർത്താവിൻ്റെ കരം എന്നെ തൊട്ടാൽ ഇന്ന് ജീവൻ വ്യാപരിക്കുമെന്ന് പറ. ഹല്ലേലൂയ. ഡൊമീഷ്യൻ കൈസറെ തിളച്ചെണ്ണയ്ക്കകത്തിട്ടിട്ട് യോഹന്നാനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. AC റൂമിനകത്തിരിക്കുന്ന പോലെ യോഹന്നാൻ ഇരുന്നു. അവൾ ഡൊമീഷ്യൻ കൈസർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവനെ അങ്ങനിങ്ങനൊന്നും കൊല്ലാനൊക്കില്ല. നമ്മുടെ നാട്ടിൽ പറയും ഇപ്പം പാഷാണത്തിലെ കൃമിയാന്ന്. പാഷാണം എന്ന് പറഞ്ഞാൽ വിഷമാണ്, അതിനകത്തിലും കൃമിയുണ്ട്. മനസ്സിലായോ പറയുന്നത്? ഇവനെ അങ്ങനിങ്ങനൊന്നും ഒന്ന് പറയുന്നേ. ഒരു ദൈവവൈതലിനെ അങ്ങനിങ്ങനൊന്നും ആർക്കും കൊല്ലാനൊക്കില്ല. ഒരഭിഷക്തനെ അങ്ങനിങ്ങനൊന്നും കൊല്ലാനൊക്കില്ല. നിരാത്തി ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറയാം, ഒരഭിഷക്തൻ എവിടെ മരിക്കണമെന്ന്, എപ്പോൾ മരിക്കണമെന്ന്, എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ് തീരുമാനിക്കുന്നത്. പോരാ, ശക്തിയോടെ കൈകളടിച്ച് അന്യഭാഷ ദൈവത്തോട് സ്തുതിച്ചുകൊണ്ട് പറ, ഞാൻ എവിടെ മരിക്കണമെന്ന് വിശ്വസിക്കുക ദൈവവേദനെ. നീ എപ്പോൾ മരിക്കണമെന്ന്, ഉടമ റഖുനി ഹത്തുന, എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നത്, സാത്താനല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ക്യാൻസർ വരട്ടെ, ഡയബറ്റീസ് വരട്ടെ, ബ്ലഡ് പ്രഷർ വരട്ടെ, ഹാർട്ട് അറ്റാക്ക് വരട്ടെ, കൊറോണ വരട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ ക്യാൻസറിനോട് പറ, നീ ഹാർട്ട് അറ്റാക്കിനോട് പറ, നീ ബ്ലഡ് പ്രഷറിനോട് പറ, ക്യാൻസറെ, ഹാർട്ട് അറ്റാക്ക്, ബ്ലഡ് പ്രഷറെ എൻ്റെ ദൈവം അനുവദിക്കാതെ നിനക്കെന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. കൈകളടിച്ച് ദൈവത്തെ ആരാധിക്കുഞ്ഞേ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. പോരാ, ശക്തിയോടെ ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ, എൻ്റെ ദൈവം അനുവദിക്കാതെ നിനക്കെന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. ദൈവം അനുവദിക്കാതെ ഒരു ദൈവവേദനെ കൊണ്ടുപോകാൻ മരണത്തിന് കഴിയില്ല. ശുശ്രൂഷ തീരാതെ നമ്മളെ കൊണ്ടുപോയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 33 വാക്യം വായിച്ചാൽ യേശു കർത്താവിനെ വായിച്ചത് സിസ്റ്ററെ, ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ അടുത്തു വന്നു. ഇവിടം വിട്ടു പോയിക്കൊള്ളുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. അടുത്തത് അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട്, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും. അടുത്തത് എങ്കിലും ഇന്നും നാളെയും പ്രവർത്തിക്കും. യെരൂശലേമിന് പുറത്ത് വെച്ച് ഒരു പ്രവാചകൻ മരിക്കുന്നത്. അപ്പൊ ഹെരോദാവ് യേശുവിനെ കൊല്ലാൻ അന്വേഷിക്കുന്നെന്ന് കുറച്ചുപേർ വന്ന് യേശുവിനോട് പറയുമ്പം യേശു എന്നാ പറഞ്ഞേ?
നിങ്ങൾ ആ സാറിനോട് എന്ന് പറയാനാണ് പറഞ്ഞത്. നിങ്ങൾ ആ കുറുക്കനോടൊന്ന് പറ. ആരും പേർക്ക് അങ്ങനെ കുറുക്കാന്നൊന്നും വിളിച്ചേക്കല്ല ആരെങ്കിലും. നിങ്ങൾ ആ കുറുക്കനോട് എന്ന് പറ, ഇന്നും നാളും മറ്റന്നാളും ഞാൻ പ്രസംഗിക്കും, മറ്റേ നാളിൽ പ്രസംഗം സമാപിക്കും. യെരൂശലേമിന് പുറത്ത് വെച്ചൊരു പ്രവാചകൻ മരിക്കുന്ന അസംഭ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിനറിയാം അവൻ എവിടെയാണ് മരിക്കാൻ പോകുന്നത്, എപ്പോഴാണ് മരിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു സ്വോത്രവും സന്തോഷമൊന്നും ഇല്ലല്ലോ. ഒന്നുകൂടെ ഞാൻ പറയാം, നീ എവിടെ മരിക്കണമെന്ന്, എപ്പോൾ മരിക്കണമെന്ന് ദുഷ്ടപിശാചല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. കൈ അടിച്ചോ, ശക്തിയോട് വാ തുറന്ന് പറ, എൻ്റെ അവസാനം എപ്പോഴെന്ന് എൻ്റെ ദൈവത്തിനറിയാം. ഒരു കാര്യം നിർണയമാ, നിന്നെ കൊണ്ട് ദൈവം ചെയ്യേണ്ട ശുശ്രൂഷ പൂർത്തീകരിക്കാതെ നിന്നെ കൊണ്ടുപോകാൻ മരണത്തെ ദൈവം അനുവദിക്കില്ല. ഞാൻ കൂടെ പറയാറുണ്ട്, ദൈവത്തിൻ്റെ ദാസനായ ദാവീദേ, നീ സിംഹാസനത്തിലെത്തണമെന്ന് ദൈവം പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിൻ്റെ കുന്തമുനകൾക്ക് നിന്നെ കുത്തിമലർത്താൻ കഴിയില്ല. ദൈവത്തിൻ്റെ ദാസനായ യോസഫേ, നീ സിംഹാസനത്തിലെത്തണമെന്ന് ദൈവം പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടക്കിണർ നിന്റെ അവസാനമല്ല. പൊത്തിഫേറിന്റെ ഭാര്യയുടെ കല്ല് വെച്ച ഞൊണയ്ക്ക് കാരാഗ്രഹത്തിന് നിന്നെ തകർക്കാൻ കഴിയില്ല. ദൈവം ഒന്ന് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ എത്തിയിരിക്കും. പോരാ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തിന്റെ അഭിഷക്തനായ എല്ലാവരും ദൈവത്തെ ആരാധിച്ചാടുന്ന ദൈവത്തിന്റെ ദാസനായ പൗലോസേ, നീ കൈസറുടെ അരമനിൽ നിൽക്കണമെന്ന് ദൈവം പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ ആർത്തിയാക്കടലിൽ ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റിനോ നിന്റെ കൈമേൽ കടിച്ചു തൂങ്ങുന്ന രക്തയണലിക്കോ നിന്നെ കൊല്ലാൻ കഴിയില്ല. ദൈവം ഒന്ന് നിർണയിച്ചാൽ അത് നടക്കും, അത് നടക്കും, അത് നടക്കും. പൗലോസ് രക്ഷപ്പെട്ട ശേഷം അവിടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ഭൂത് വെളിപ്പെടണം. പ്രാർത്ഥിച്ചാൽ ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കണം, ചുമ്മാ വായി നോക്കി ഇരിക്കരുത്. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങൾ ഇരുന്ന് തരാം, പ്രസംഗിച്ചൊന്നും പറഞ്ഞിരുന്നാലും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് രാത്രി പ്രസംഗം കേൾക്കാനല്ല നീ ഇരിക്കേണ്ടത്, ഒരു വിടുതൽ അനുഭവിപ്പാനിരിക്കണം. ദോഷ്ടപിശാച് തടഞ്ഞു വെച്ച നിന്റെ നന്മയുടെ ഉറവകളെ ഈ രാത്രി യേശു തുറക്കുന്ന രാത്രിയാണ്. നിന്റെ തലമുറയുടെ നന്മകളെ യേശു തുറക്കുന്ന രാത്രിയാണ്. എല്ലാ കുഞ്ഞുങ്ങളുൾപ്പെടെ കരങ്ങളടിച്ച് ശക്തിയോടെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ദൈവശക്തിയുടെ വെളിപ്പെടട്ടെ. ഓ ഷാബാറാതുന ഉഡമാൽ ഖനമ ശബ്ദുനിയ. ഹല്ലേലൂയ. വിറക് വിറക്കിയപ്പോൾ ഇവിടെ ആ ദൈവദാസൻ എന്ന് പറഞ്ഞു, തീ വന്നു. വിറക് വിറക്കി തീ കത്തിട്ടു. തീ കത്തുന്നിടത്ത് അലഞ്ഞി പുറത്ത് വരും. തീ കത്തിയില്ലെങ്കിൽ അവനും അവിടെ നിങ്ങളോടൊപ്പം ഇരുന്നോളും. എവിടെ തീ കത്തുന്നുണ്ടോ അവിടെ അണലി വരും. പക്ഷെ അണലിക്ക് നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ആ തീക്കകത്തവൻ തീരും, ആ തീക്കകത്തവൻ ഒടുങ്ങും. ദൈവത്തിൻ്റെ ദാസൻ്റെ മേൽ അണലി ഇങ്ങനെ കടിച്ചു തൂങ്ങിയപ്പം ആ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് എന്താണെന്നറിയാമോ, ഈ മനുഷ്യൻ്റെ കൊലപാതകൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവി അവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്നിട്ട് അടുത്ത പദം, അവൻ ഇപ്പം ചത്തു വീഴുമെന്നവർ കാത്തു നിന്നു. എന്നാൽ അവരുടെ മുമ്പിൽ പൗലോസ് നിവർന്നു നിന്നു. അതിൻ്റെ മുമ്പിൽ നിന്നവൻ ഫൈസലോ അപ്പം മുറിച്ച് തിന്നുന്നു. രാത്രി കർത്താവിനോട് പറയുന്നു, നിന്നോട് വിളിച്ചു പറയാൻ, കർത്താവിൻ്റെ മുഖത്ത് നോക്കി പർദീസഗമനം ചെയ്യുന്ന, സിയോൻ യാത്ര ചെയ്യുന്ന ദൈവ പൈതലേ, നിന്നിൽ നിവർത്തിക്കുന്നത്, നിന്റെ കുടുംബത്തിൽ നിവർത്തിക്കുന്നത്, നിന്റെ തലമുറയിൽ നിവർത്തിക്കുന്നത് നീതിദേവിയുടെ പദ്ധതിയല്ല, ഒരു ദേവന്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതി അത്രേ. ഒരാ ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തി പറ. നീതിദേവിക്ക് എന്റെ മേൽ കാര്യമില്ലെന്ന് പറ. ഒരു ദേവനും എന്റെ മേൽ കാര്യമില്ലെന്ന് പറ. മന്ത്രവാദിക്കും ആപചാരകനും ശുദ്രക്കാരനും ഇവിടുത്തെ വിച്ച് ക്യാപ്റ്റനും എന്റെ മേലോ എന്റെ തലമുറ മേലോ കാര്യമില്ലെന്ന് പറ. ജീസസ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഗീതം നിവർത്തിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ ചങ്ങിങ്ങനെ വിങ്ങാറുണ്ട്. അപ്പം എനിക്ക് തോന്നും ഈ ഇത് പ്ലാസ്റ്റിക് കയറ്റിയിട്ടാണോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി തീരാതെ ക്യാൻസറിനും ഹാർട്ട് അറ്റാക്കിനും ഒന്നും നിന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. ഒന്നുകൂടെ കൈയൊന്ന് ഉയർത്തി ആട്ടി സ്തോത്രം. നമ്മുടെ പ്ലെയിനായ വിഷയത്തിലേക്ക് വരണം. എനിക്ക് തോന്നിച്ച് ഇത്തിരി താമസിക്കാൻ പാടില്ലെന്ന് തോന്നിച്ചിരി നേരത്തെ നിർത്തണം. നാളെ നമുക്ക് എല്ലാവർക്കും നേരത്തെ വരേണ്ടതായുണ്ട് അല്ലേ സ്തോത്രം. അപ്പം യോഹന്നാനെ
തിളച്ച എണ്ണയ്ക്കകത്തിട്ടും അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളവനെ ആർക്കും തകർക്കാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിൻ്റെ മണ്ടയ്ക്കൂടെ പാണ്ടിലോറി കയറി ഇറങ്ങിയാലും നീ ചാകില്ല. പദ്ധതി തീർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ ദൈവത്തിൻ്റെ പദ്ധതി തീർന്നാൽ പിന്നെ നമ്മളിവിടെ കാണില്ല, ഇവിടെ കാണരുത്, പിന്നെ വീട്ടിൽ പോക്കോണം. സക്കരിയാവ് തൻ്റെ വേല ചെയ്ത ശേഷം എവിടെ പോയി? വീട്ടിൽ പോയി. അത് പറയരുത്, കണ്ടോ? അപ്പം വേല എപ്പോഴാണ് തയ്ക്കുന്നത്? 88 തീരത്തുള്ള അച്ഛാ 88 കൊണ്ടുപോകത്തുള്ളൂ. അതിരുന്നില്ലയോ സ്വതന്ത്രം പറഞ്ഞിരിക്കുന്നത്? 58 തീർന്നാൽ 58 കൊണ്ടുപോകുന്നേ, കണ്ടോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, വേല തികയ്ക്കാതെയും കൊണ്ടുപോകില്ല. യോഹന്നാനെ തിളച്ച എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ യോഹന്നാനെ പിന്നെ ഒരു ട്രാൻസ്ഫർ കൊടുത്തു. എവിടെയൊക്കെ അവിടുന്ന് അറിയാമോ? ഈജിയൻ കടലിടുക്കിലേക്ക്. വിഷപ്പാമ്പുകളും തേളുകളുമുള്ള, മുമ്പ് നാട് കടത്തിയ ആളുകളുടെ എല്ലും മുട്ടവും ചിതറിക്കിടക്കുന്ന ഏകാന്ത തടവിൽ ഈജിയൻ കടലിടുക്കിൻ്റെ നടുവിലുള്ള ദ്വീപിലേക്ക് കൊണ്ടിറക്കിയിട്ട് പോരുന്നു. പത്മോസ് ദ്വീപ്. യോഹന്നാനെ എഫെസോസ് സഭയുടെ പാസ്റ്ററായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അവിടേക്ക് നാട് കടത്തിയത്. നമ്മൾ വായിക്കുന്നത്, പത്മോസ് ദ്വീപിൽ കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ മുട്ടുകുത്തി ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. ദൈവത്തെ ആരാധിപ്പാൻ ഏകാന്തത ഒരു തടസ്സമല്ല. ദൈവത്തെ കൂട്ടുകിട്ടിയാൽ ആരും ഇല്ലെങ്കിലും നിനക്കൊരു പ്രശ്നവും ഇല്ല. അവൻ മുട്ടുകുത്തിയപ്പോൾ സ്വർഗം തുറന്നു, സ്വർഗീയ ദൂതുമായി സ്വർഗസ്ഥനായവൻ അവൻ്റെ അരികിൽ വന്നു. 2-3 കാര്യം അവിടെയുണ്ട്. ഡൊമീഷ്യൻ കൈസറേ, നിന്റെ രാജ്യത്ത് നിന്ന് നിനക്ക് യോഹന്നാനെ നാട് കടത്താൻ കഴിയും. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവനെ നാട് കടത്താൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. ഞാനൊന്നുകൂടെ പറയാം, എഫെസോസ് സഭയുടെ പാസ്റ്ററായിരിക്കുമ്പോഴാണ് യോഹന്നാനെ നാട് കടത്തിയത്. വലിയ സഭയായിരുന്നു എഫെസോസ് സഭ. ആ സഭാവിശ്വാസികൾക്ക് ഈ ദൈവദാസനെ അപ്പോൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കില്ല. സഹശുശ്രൂഷകന്മാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, സഹവിശ്വാസികൾക്ക് വരാൻ കഴിയാത്തിടത്ത്, സഹശുശ്രൂഷകന്മാർക്ക് വരാൻ കഴിയാത്തിടത്ത് കടന്നു വരുന്ന ഒരുവനുണ്ട്. അവനാ നീ സേവിക്കുന്ന ദൈവം. നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് നീ നിന്റെ റൂമിൽ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു ചെല്ലും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരുപക്ഷെ മക്കളുണ്ടോ, അല്ലെ ദൂരെ മക്കളെ പഠിക്കാൻ വിട്ടിരിക്കുക, അല്ലെ അപ്പനും അമ്മയോടെയാണ്, പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു, അപ്പന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, അല്ലെ അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു. പ്രാവിനുള്ള പോലെ ചിറകൊണ്ട് നിനക്ക് പറന്നവിടെ പോകാൻ ആഗ്രഹമുണ്ട്. ഇവിടെയാണെങ്കിൽ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ചിലപ്പോഴൊക്കെ നിങ്ങളെ കെട്ടിയേക്കാം. എന്നാൽ നമ്മുടെ നാട്ടിലെ ICU വാർഡിലും CC വാർഡിലും ആരും കേട്ടത്തില്ല. പ്രൈസിലോ പുറത്ത് വെച്ച് കഥ കടയ്ക്കും. നിനക്ക് ആഗ്രഹമുണ്ട് അരികിലൊന്ന് ചെല്ലാം, നിൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അരികിൽ, നിൻ്റെ പ്രിയപ്പെട്ടവളുടെ അരികിൽ ഒന്ന് ചെന്ന് കൈപിടിച്ചൊരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ. പക്ഷേ ഡോക്ടർമാർ കയറ്റിവിടത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയാം, നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് കടന്നു ചെല്ലാൻ കഴിവുള്ള ഒരുവനുണ്ട്. നീ നിൻ്റെ റൂമിൽ മുട്ടുകുത്തി സ്തോത്രം പറയാൻ തുടങ്ങുമ്പോൾ നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു ചെല്ലും. എത്ര പേർക്ക് കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഞാനൊരു ദൂത് വിളിച്ച് പറയുകയാണ്, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ദൂത് ഇന്ന് രാത്രി ഏറ്റെടുക്കുക. ഇവിടെ ആരാധിക്കും ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ദൈവത്തിൻ്റെ കരം കടന്നിയെന്ന്, നിനക്ക് വേണ്ടി ചില ചെയ്തിട്ട് മടങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അറിയിക്കുന്നു. നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ചില ഔദ്യോഗിക മണ്ഡലങ്ങളിൽ, നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ചില വീടുകളിൽ, ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്ട് ചില ഏറിയാകളിൽ നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി കടന്നു എന്ന്, ചിലത് ചെയ്തിട്ട് മടങ്ങി വരുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ രാത്രി നീ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ രാത്രി നിനക്ക് വേണ്ടി അകലങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. നിന്റെ സന്താനം എവിടെയാണോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ദൈവവേദൽ പ്രാർത്ഥിച്ചാൽ നിനക്കെത്താൻ കഴിയാത്തത് ദൈവം ചെല്ലും, ദൈവസാന്നിധ്യം ചെല്ലും, ദൈവം തന്നെ ദൂതനെ അയക്കും. പ്രൈസ് ദി ലോർഡ്. പത്മോസിന്റെ ഏകാന്തതയിൽ ദൈവം ഇറങ്ങിച്ചെന്നു. ഞാനെപ്പോഴും ചിന്തിക്കും, ഈ എഫെസോസ് സഭയുടെ പാസ്റ്ററായിരിക്കുമ്പോൾ അന്ന് ഞായറാഴ്ച ഈ ദൈവദാസൻ എഴുന്നേറ്റ് നിന്ന ദൂത് കൊടുത്തിരുന്നെങ്കിൽ ആ സഭയ്ക്ക് മാത്രമായിരുന്നു ആ ദൂത്. എന്നാൽ പത്മോസിൽ വെച്ച് ദൂത് കൊടുത്തപ്പോൾ നമുക്കും കിട്ടിയ ആ ദൂത്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേദലേ, ഈ ജീവിതയാത്രയുണ്ടാകുന്ന ഏകാന്തതകളും ഒറ്റപ്പെടുത്തലുകളും നിന്നെ തകർക്കാൻ വേണ്ടിയുള്ളവയല്ല, പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താൻ വേണ്ടിയുള്ളവയാണ്.
ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കൂ. ജീവിതത്തിൽ ഏകാന്തതകൾ ഉണ്ടാകുമ്പോൾ, എല്ലാവരാലും കൈവിടപ്പെടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ നീ തകർന്നു പോകരുത്. മുട്ടിന്മേൽ നിൽക്കുക, കരയാൻ തുടങ്ങുക, പ്രാർത്ഥിപ്പാൻ തുടങ്ങുക. മേലാൽ സംഭവിപ്പാനുള്ളത് എൻ്റെ ദൈവം നിന്നെ അറിയിക്കും. നിന്റെ സഭയ്ക്കുള്ള ദൂത്, നിന്റെ കുടുംബത്തിനുള്ള ദൂത്, നിന്റെ ദേശത്തിനുള്ള ദൂത് ദൈവം നിന്നെ ഫലമേൽപ്പിക്കും. കഷ്ടതകളിൽ ദർശനമേറ്റുവാങ്ങുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. കഷ്ടതയുണ്ടോ? ദർശനമുണ്ട്. ഏകാന്തതയുണ്ടോ? വെളിപ്പാടുണ്ട്. മറ്റാർക്കുമില്ലാത്ത കഷ്ടത നിനക്കുണ്ടോ? മറ്റാർക്കുമില്ലാത്ത വെളിപ്പാട് ദൈവം നിനക്ക് നൽകും. എല്ലാവരും ശക്തിയോട്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ദൈവത്തെ ശക്തിയോട് ആരാധിച്ചാട്ട്. മറ്റാർക്കുമില്ലാത്ത വേദന നിനക്കുണ്ടോ? മറ്റാർക്കുമില്ലാത്ത കൃപ ദൈവം നിന്റെ മേൽ തരും. മറ്റാർക്കുമില്ലാത്ത ദുഃഖം നിനക്കുണ്ടോ? മറ്റാർക്കുമില്ലാത്ത ദർശനം ദൈവം നിനക്ക് തരും. ആത്മാസിന്റെ ഏകാന്തതയിൽ കർത്താവ് ഇറങ്ങി ചെന്നു. വെളിപ്പാട് പുസ്തകം നൽകി. ഞാനൊന്നുകൂടെ പറയാം, ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു ചെല്ലും. വെളിപ്പാട് പുസ്തകം എഴുതിയത് യോഹന്നാനാണ്. ആ ദർശനം ലഭിച്ചത് പത്മോസ് ദ്വീപിൽ വെച്ചാണ്. എന്തുകൊണ്ട് യോഹന്നാൻ ഈ ദർശനം നൽകി? 9-ാം വാക്യം ഒന്നുകൂടെ നോക്കൂ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ. അതായത് യേശുക്രിസ്തുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയായ യോഹന്നാനെ അവന്റെ രാജ്യത്തിൽ കൂട്ടാളിയാക്കാൻ ദൈവത്തിന് പ്രസാദമായി. മനസ്സിലാകുന്നില്ലേ? അവന്റെ കഷ്ടതയിൽ കൂട്ടാളിയാകുന്നവന് മാത്രമേ അവൻ്റെ രാജ്യത്തിൽ കൂട്ടാളിയാകാനൊക്കെ ഉള്ളൂ. 4 സുവിശേഷങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം നൽകുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ്. കൂടെ ചാകാൻ നടന്ന പത്രോസും വീരവാദം പറഞ്ഞ അന്ത്രയോസും എല്ലാം ഓടിപ്പോയപ്പോഴും മുമ്പേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ നിന്നിരുന്നു. പറഞ്ഞ മോനെ, നിന്നിരുന്നു. 3 തവണ യോഹന്നാൻ്റെ ലേഖന സുവിശേഷത്തിലേക്ക് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ നിന്നിരുന്നു. യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ എന്നല്ല, യേശു സ്നേഹിച്ച ശിഷ്യൻ. ഞാൻ അവനെ സ്നേഹിച്ചതല്ല, അവൻ എന്നെ സ്നേഹിച്ചു. ദൈവസ്നേഹമകത്തായ ദൈവവിതലേ, നിനക്ക് ലോകം കുരിശേ തരികയുള്ളൂ. ലോകം കുരിശ് തന്നാലും യേശുവിനെ ഉപേക്ഷിക്കാത്ത ദൈവമക്കൾക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ പലരും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ്ലീഹ ഒരു വെല്ലുവിളി നടത്തും റോമാലേഖനത്തിൽ. എന്താ വെല്ലുവിളി? യേശുക്രിസ്തുവിൻ്റെ പറഞ്ഞാട്ടെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആരെ? പറഞ്ഞേ കഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, ആപത്തിനോ, വാളിനോ, നഗ്നതയ്ക്കോ. നിർത്തിയിട്ട് തുടങ്ങി. 8:25 റോമാലേഖനം. ഇപ്പോഴുള്ളതിനോ, വരുവാനുള്ളതിനോ, ഉയരത്തിനോ, ആഴത്തിനോ, മരണത്തിനോ, ജീവനോ, മറ്റു യാതൊരു ശക്തിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 28 നോക്കി 8:28 നമ്മെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന്. ഒന്ന് പറ, കഴിയില്ലെന്ന്. കൈ ഉയർത്തി പറ, ഉറച്ചിരിക്കുന്നു. ഉറക്കെ പറ, ഉറച്ചിരിക്കുന്നു. 17 കൂട്ടം കാര്യങ്ങൾ ഇവിടെ നിരത്തുന്നുണ്ട്. കഷ്ടത, പട്ടിണി, ആപത്ത്, വാള്, നഗ്നത. പിന്നെ നിർത്തിയിട്ട് തുടങ്ങി. ഇപ്പോഴുള്ളതോ വരാനുള്ളതോ, ഉയരം, ആഴം, മരണം, ജീവൻ. ഒന്നൊന്നിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പോഴുള്ളതോ വരാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ സമൃദ്ധി മാറി എനിക്ക് കഷ്ടത വന്നാലും, ഇപ്പോഴത്തെ കഷ്ടത മാറി സമൃദ്ധി വന്നാലും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഒരു ശക്തിയും കഴിയില്ല. സ്തോത്രം കേട്ടില്ല? പ്രൈസ് ദി ലോർഡ്. ഈ സമയമില്ല അല്ലെങ്കിൽ ഒന്ന് കടക്കാൻ. ഈ നമ്മളുടെ വിശ്വാസികൾക്ക് ഈ സ്ഥിരം സാക്ഷികളുണ്ട്, സ്ഥിരം പല്ലവികളുണ്ട്. സ്ഥിരം പല്ലവി. ഈ വേദപുസ്തകം പഠിച്ചാൽ കൂട്ടത്തിൽ അതുകൂടെ കേൾക്കി വരണമല്ലോ. ഈ 3 സാക്ഷ്യങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. എത്ര സാക്ഷ്യം വെച്ചാൽ? 3. എന്താ സാക്ഷ്യം? 1 അനുഭവ സാക്ഷ്യം. പറഞ്ഞേ, സകല ഭക്തന്മാരുമായുള്ളവരെ അവൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് വന്നു കേൾപ്പിഞ്ഞ്. അവൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ. ദൈവം നിൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത് വിവരിക്കുന്നതാണ് അനുഭവ സാക്ഷ്യം. ഇനിയെങ്കിലും പഠിക്കണം.
അതെന്താ? അപ്പോൾ ഒന്നാമത്തെ സാക്ഷി എന്താ? രണ്ടാമത്തെ സാക്ഷ്യം, ഏലീശയെക്കുറിച്ച് ശൂന്യങ്കാരത്തി പറഞ്ഞു, നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായൊരു ദൈവപുരുഷൻ. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വല്ലപ്പോഴും ഒന്ന് കേൾക്കണം. നിന്നെക്കുറിച്ച് നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും നിൻ്റെ അയൽക്കാരും പറയേണ്ട സാക്ഷ്യമായത്. ആ സാക്ഷ്യത്തിൻ്റെ പേരാണ് ജീവിത സാക്ഷ്യം. ഒന്ന് പറഞ്ഞേ, ഇവനൊരു ദൈവ പൈതലാ, ഇവൻ വിശുദ്ധനായൊരു ദൈവപുരുഷനാണ്. സ്തോത്രം. മൂന്നാമത്തെ സാക്ഷ്യം, അഗ്രിപ്പ രാജാവ് പൗലോസിനോട് പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാകുവാൻ എന്നെ അല്പം കൊണ്ട്. പൗലോസിന് മറുപടി, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഇച്ഛാങ്ങല ഒഴികെ. നീ മാത്രമല്ല, കേൾക്കുന്ന എല്ലാവരും എന്നെ പോലെ ആകണം. ആ സാക്ഷ്യത്തിൻ്റെ പേരാണ് സുവിശേഷ സാക്ഷ്യം. എന്ന് പറഞ്ഞേ, മൂന്നെണ്ണോടൊന്ന് പറഞ്ഞേ. അനുഭവ സാക്ഷ്യം, ജീവിത സാക്ഷ്യം. ഇത് മൂന്നും ഉള്ളവനെ തൊടാൻ പിശാചിന് കഴിയില്ല. അനുഭവ സാക്ഷ്യം പറഞ്ഞേ, അനുഭവ സാക്ഷ്യം, ജീവിത സാക്ഷ്യം, സുവിശേഷ സാക്ഷ്യം. ഇവൻ നമ്മൾ എന്തായാലും കൂടുതൽ ഇവിടെ കോസുകാരല്ലോ, എല്ലാവരും കേട്ടോ. നമ്മളെ ഈ മൂന്ന് സാക്ഷ്യത്തെയും കൂടെ സങ്കീർത്തന വായനയ്ക്ക് ശേഷമുള്ള സാക്ഷ്യത്തിൽ ഒതുക്കി ഈ മൂന്ന് സാക്ഷ്യം അവിടെ ആക്കി. നമ്മുടെ സാക്ഷ്യം കേൾക്കണോ? 1 പതിവ് സാക്ഷ്യം, 2 കുത്തു സാക്ഷ്യം, 3 കള്ളസാക്ഷ്യം. എന്തോ പതിവ് സാക്ഷ്യം? എല്ലാ ഞായറാഴ്ച എഴുന്നേറ്റിട്ട് കഴിഞ്ഞ കോലം മുഴുവൻ കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. തപ്പോ ഇരിപ്പ് എല്ലാ ആഴ്ചയിലും എഴുന്നേറ്റ് കണ്ട ആ സാക്ഷി ഇവിടെയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങാതിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ നിലനിൽപ്പിന് വേണ്ടി 35 വർഷമായ അച്ചായൻ പറയുക, നിങ്ങൾ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇത് കേൾക്കുന്ന വിചായനറിയാൻ 40 വർഷമായിട്ട് അച്ചാൻ നിന്നിട്ടില്ല. ഒരാഴ്ച മുഴുവൻ പെയ്ത മഴ നിൻ്റെ വീട്ടിൽ പെയ്തിറങ്ങിയാലും നീയും നിൻ്റെ കുഞ്ഞുങ്ങളും കൊട പിടിച്ചിരിക്കേണ്ടി വന്നാലും ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പം അതിന് ക്ഷീണം മുഖത്ത് കാണരുത്. നീ പറയുക, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്ന ആര്? ദുഷ്ട പിശാചേ, നിൻ്റെ കഷ്ടതയ്ക്കോ നിൻ്റെ പട്ടിണിക്കോ നിൻ്റെ ആപത്തിനോ നിൻ്റെ വാളിനോ നിൻ്റെ നഗ്നതയ്ക്കോ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുക. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സൂചിച്ച ശക്തിയോടെ സ്തോത്രം. ഉറച്ചിരിക്കുകയെന്ന് ഒരാഴ്ച പട്ടിണി കടന്നിട്ട് വന്നിട്ട് എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിന് വേർപിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ പിശാചിന് മനസ്സിലാകും പിന്നെ നിൻ്റെ പുറകിന് മെനക്കിടുന്ന വെറുതെയാ. ഇത് AC റൂമിനകത്ത് ഇരുന്നിട്ട് 1 മാസത്തേക്കുള്ളതെല്ലാം കൊണ്ട് ഫ്രിഡ്ജിലും അടുക്കി വെച്ചിട്ട് പറയാം, നിങ്ങളെൻ്റെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കണേ. പിന്നെ കുത്തുസാക്ഷ്യം ബന്ധക്കോസായിട്ട് പറയണ്ടല്ലോ, ഞാനിവിടെ പറയുന്നില്ല. ഒന്നും ഒത്തില്ലേ പാട്ടി കുത്തു. പിന്നെ കള്ളസാക്ഷി തന്നെ, രാവിലെ 7 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് പറയും, കഴിയും രോക്കോലം മുഴുവൻ ഞാൻ ജാഗരിക്കുകയായിരുന്നു. നമുക്കാവശ്യം ഈ പതിവ് സാക്ഷ്യവും കുത്തുസാക്ഷ്യവും കള്ളസാക്ഷ്യം ഒന്നുമല്ല. നമുക്കാവശ്യം ജീവിത സാക്ഷ്യമാണ്, അനുഭവ സാക്ഷ്യമാണ്, സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ഈ 3 സാക്ഷ്യമുള്ളവരാകണം. ഞാൻ വിട്ടിട്ടും പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം യോഹന്നാൻ, പ്രൈസ് ലോർഡ്, യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ കൂട്ടാളിയായതുകൊണ്ട് ഞാൻ പിന്നാലേക്ക് വരാം. ദൃക്സാക്ഷി വരണം, യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ദൃക്സാക്ഷി വരണം. യോഹന്നാൻ്റെ സുവിശേഷമാണ് നൽകുന്നത്. കാരണം എല്ലാവരും ഓടിപ്പോയപ്പോഴും യോഹന്നാൻ കുരിശിൻ്റെ ചോട്ട്. ഈ യോഹന്നാൻ എന്ന ഒരുത്തൻ മാത്രം ആണായിട്ട്, ബാക്കി 4-5 സഹോദരിമാർ ഞാൻ വായിച്ചു, ഞാൻ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 5 പെണ്ണുങ്ങളും യോഹന്നാനും അല്ലാതെ ഒരുത്തനും കുരിശിൻ്റെ ചോട്ടിയില്ലായിരുന്നു. യേശുവിൻ്റെ സ്നേഹം അകത്തായ നിനക്ക് ലോകം കുരിശ് തന്നാലും അതിട്ടിട്ട് ഓടുന്നവനല്ല ദൈവമൈതൻ. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. നിങ്ങൾ സ്തുതിക്കാതിരിക്കുന്നുണ്ടാണ് ഞാൻ സ്തുതിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ കൂട്ടാളിയായവന് മാത്രമേ രാജ്യത്തെ കൂട്ടാളിയാകാനൊക്കെ ഉള്ളൂ. ചിലർ ഇവിടെ ധനവാനും അവിടെ ലാസറും ആകാനിരിക്കുക. മനസ്സിലായില്ലേ? ഇവിടെ എന്താകണം, അവിടെ എന്താകണം ഒക്കില്ല. നീ ഇവിടെ എന്നാ അതേ അവിടെ ആകത്തുള്ളൂ. ഇവിടെ സ്തോത്രം പറയാത്തവൻ അവിടെ എങ്ങനെ സ്തോത്രം പറയും?
ഇവിടെ ഹല്ലേലൂയ പറയാത്തവൻ അവിടെ എങ്ങനെ ഹല്ലേലൂയ പറയും? ഞാൻ എവിടെയോ പ്രസംഗിച്ചും പറഞ്ഞു, ഇവിടെ അമ്മച്ചി അത് ലൈവ് കേട്ടിട്ട് എന്നോട് കേട്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാമോ, ആസ്ട്രേലിയയിലെ പശു അമർന്നതും ഇന്ത്യയിലെ പശു അമർന്നതും ഒരു ഭാഷയാണ്. അതോ നിങ്ങളുടെ ഇംഗ്ലീഷിലാണോ അമർന്നത്? ആണോ പ്ലസാ? ഇന്ത്യയിലെ പട്ടി കുരയ്ക്കുന്നതും അമേരിക്കയിലെ പട്ടി കുരയ്ക്കുന്നതും ഞാൻ കേട്ടിട്ട് ഒരുപോലെ. ഇനി ഇന്ത്യയിൽ എത്ര ഭാഷയാണ് ഉള്ളത്? കർണാടകയിലെ പട്ടി കന്നഡ ഭാഷയിലും ഡൽഹിയിലെ പട്ടി ഹിന്ദിയിലും അല്ല കുരയ്ക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന നോ എടാ കമ്മെന്നൊക്കെ പറയുമ്പോൾ അവൻ കമ്മി ഹിറൊക്കെ പഠിക്കുന്നല്ലാതെ ഇത് മുഴുവൻ ഒറ്റ ഭാഷയാണ്. ലോകം മുഴുവൻ ഒരുപോലെ എല്ലാവരും പഠിക്കുക. അതിലൊരു മർമ്മം ഉണ്ടെന്നറിയാമോ? വേദോസം പറഞ്ഞ ഭൂലോകം മുഴുവൻ ഒറ്റ ഭാഷയായിരുന്നു. അതിന് തെളിവാ. ഈ ജീവജാലങ്ങൾക്കെല്ലാം ഒറ്റ ഭാഷയുള്ളൂ. മനുഷ്യന് മാത്രമുള്ളൂ പല ഭാഷ. അത് കാരണം ദൈവഹിതത്തിന് വിരുദ്ധമായി വേദോസത്ര ക്ലിയറാന്നേ അവൻ കെട്ടിപ്പൊക്കിയപ്പോൾ ദൈവം ആ ഭാഷയെ കലക്കി. ഒരു സ്തോത്രം ശക്തിയോട് പറഞ്ഞേ. എന്നാൽ ലോകമെങ്ങും ചെന്നാൽ മനസ്സിലാകുന്നൊരു ഭാഷയുണ്ട്. ആ ഭാഷ ഏതാണെന്നറിയാമോ? കൈ ഉയർത്തി പറഞ്ഞേ. വെള്ളത്തിന്റെ ഇടച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ കേട്ടത്. അയ്യോ, വാ തുറന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ ചെന്നാലും ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സ്പാനിഷിൽ ചെന്നാലും ഇംഗ്ലണ്ടിൽ ചെന്നാലും ഇറ്റലി ചെന്നാലും ഫ്രാൻസിൽ ചെന്നാലും ജർമ്മനി ചെന്നാലും അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇത് സ്വർഗീയ ഭാഷയാ. ഇത്രയായിട്ട് ഒരു ഹല്ലേലൂയ പറയാൻ തിരിക്കുന്നുണ്ടല്ലോ. ഒന്നുകൂടെ കൈ ഉയർത്തി പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, തകർത്ത ഇടിമുഴക്കം പോലെ പറഞ്ഞേ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ പറ. സഹോദരാ, നിങ്ങൾക്ക് ഹല്ലേലൂയ ഇഷ്ടമല്ലയോ? ചിലർക്ക് ഹല്ലേലൂയ കേൾക്കുന്ന ഇഷ്ടമല്ല. ഹല്ലേലൂയ നിങ്ങൾക്ക് ഇഷ്ടം ഇല്ലയോ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കരുത്. ഇനി അഥവാ ഞാൻ പറയാം, അബദ്ധവശ അങ്ങനെ പോത്തില്ല. നിങ്ങൾ അബദ്ധവശ സ്വർഗത്തിലെങ്ങാണ് ചെന്ന് പറ്റിയ നിങ്ങൾ തലയെ കൈവച്ചുകൊണ്ട് ഇറങ്ങി ഓടും. കാരണം അവിടുത്തെ ഹല്ലേലൂയ ഇതുപോലെ ഉണങ്ങിയ ഹല്ലേലൂയ ഒന്നുമല്ല. അവിടുത്തെ ഹല്ലേലൂയ തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഞാൻ കേട്ടത് ഹല്ലേലൂയ. രാപകൽ അതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞു പഠിച്ചോ. ഇവിടെ ഇഷ്ടമല്ല, എവിടെയൊക്കെ ഇല്ല. ഇവിടെ ഹല്ലേലൂയ ഇഷ്ടമല്ല, പിന്നെന്ത് ചെയ്യാനൊക്കും? അവിടെ പോവും. ഇവിടെ ധനവാനും ഉറക്കെ പറയുന്നേ, ഈ ധനവാനും ലാസറിൻ്റെ മുമ്പ് ഞാൻ ഒത്തിരി പ്രസംഗിക്കാറുണ്ട്. ഈ ലാസർ എന്നെ നോക്കി, കൊച്ചിങ്ങൾക്കെല്ലാം ഉള്ള കുറച്ച് മനസ്സിലാകുന്നില്ല, അവനും മനസ്സിലാകുന്നുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലായിട്ടും എന്താ ഈ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്? സോദരൻ ലാസർ ഇവിടെ പോയി, യാതനാസ്ഥലത്ത് പോയി. എന്നിട്ട് മേളോട്ട് നോക്കിയപ്പോൾ ആരെയൊക്കെ കണ്ടു? അബ്രഹാമിനെ കണ്ടു. സ്തോത്രം. ആര് പോണ്ടു? ധനവാൻ മേളോട്ട് നോക്കിയപ്പോൾ ആരെയൊക്കെ കണ്ടു? ലാസറിനെ കണ്ടു. പിന്നെ ആരെ കണ്ടു? അബ്രഹാമിനെ. പിന്നെ വേറെ ആരും കണ്ടില്ലയോ? എത്രയോ പേരെ അവിടെ ഉണ്ട്, ഒത്തിരി പേരെ കണ്ടു ഇല്ലേ? ഇസ്ഹാക്ക് അവിടെ ഇല്ലയോ? യോബ് അവിടെ ഇല്ലയോ? എസ്തേർ അവിടെ ഇല്ലയോ? പക്ഷെ ഒത്തിരി പേരെ കണ്ടെങ്കിലും പുള്ളിക്ക് പിടിക്കാതിരുന്നത് ലാസറിനെയാ. മനസ്സിലാക്കി തരാം. പുള്ളി എന്താ പറഞ്ഞെന്നറിയാതെ പട്ടിയെന്നാക്കി കുഷ്ഠരോഗം പിടിച്ചു, വെള്ളത്തിലെത്തുന്നില്ല കൈ, പട്ടിയും പിടിച്ച് പട്ടിയെന്നാക്കി കുഷ്ഠരോഗം പിടിച്ച് കിടന്ന ഈ ലാസറിൻ്റെ എൻ്റെ വിരലും അങ്ങോട്ട് എത്തുന്നില്ല. ലാസറിൻ്റെ വിരൽ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ മുക്കി എവിടോട്ട് കൊടുത്തു വിടാൻ പറഞ്ഞു? യാതനാ സ്ഥലത്തോട് വിടാൻ. പട്ടിയെന്നാക്കി കുഷ്ഠരോഗം പിടിച്ച് കിടന്നവനെ വേണം അങ്ങോട്ട് വിടാൻ. ഈ ഒരു തുള്ളി വെള്ളം കൊണ്ട് ലാസർ അവിടെ ചെന്നെന്നിരിക്കട്ടെ, ഈ വെള്ളം അങ്ങെത്തുമോ? ഇനി ഇത് അങ്ങ് ചെന്നാലും എന്നിരിക്കട്ടെ, ധനവാന് മാത്രം കൊടുത്താൽ മതിയോ? ഒരു തുള്ളി വെള്ളം യാതനാസ്ഥലത്തെങ്ങാനും എത്തിയ അവിടെ കിടക്കുന്ന എല്ലാ അച്ചായന്മാരോട് ഈ വെള്ളത്തിന് ലാസറിൻ്റെ മണ്ടയ്ക്ക് ചാടി വീഴും. ലാസർ തിരിച്ച് സ്വർഗത്തിൽ പോക്ക് നടക്കത്തില്ല. പണ്ട് അമ്മാനിന്ന് ഓടി വരുമ്പോഴേ കുവൈറ്റിക്കിടന്നവർക്ക് അറിയാം, ഓടി വരുന്ന വഴിക്ക് അല്ല എണ്ടിക്കൊക്കെ അടിച്ച് കിടന്ന പിള്ളേരെല്ലാം കൂടെ ഈ അമ്മാനി വന്ന് കിടക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് റൊട്ടിയിട്ട് കൊടുത്തു. എല്ലാം കൂടെ മണ്ടയ്ക്ക് ആടി, ആർക്കും കിട്ടാതെ പോയി. 10 ദിവസം പട്ടിണി കിടണം, അന്നേരം അറിയാം. പക്ഷേ 21 ദിവസവും ഒന്നും ഞങ്ങൾ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളറിയാത്തൊരാഹാരം ഞങ്ങൾക്ക് ഭക്ഷിപ്പാനുണ്ട്. അപ്പോൾ ഈ വെള്ളം കൊണ്ട് അവിടെ ചെന്നാൽ പോലും എത്തത്തില്ല. അപ്പോൾ ഒക്കത്തില്ലെന്ന് അബ്രഹാം പറഞ്ഞു. എന്താ പറഞ്ഞു? ഈ വെള്ളം കൊണ്ട് അവിടെ നിന്നെ ലാസറിന് വിടാൻ. ഉടനെ ധനവാൻ പറഞ്ഞു, ഇങ്ങോട്ടൊക്കത്തില്ല സഹോദരൻ, എന്തോ ചെയ്യണം?
നാട്ടിലോട്ടൊന്ന് വിടാൻ. നാട്ടിലോട്ട് എന്തിനാ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരെങ്കിലും എന്ത് ചെയ്യരുത്, ഇവിടെ വരരുത് കേട്ടോ. അപ്പം നരകത്തിൽ കിടക്കുന്ന അച്ചായന്മാരുടെ ചിന്ത, എൻ്റെ ഇച്ചായന്മാർ, എൻ്റെ പിള്ളേരെങ്കിലും ഇവിടെ വരരുതെന്ന. അല്ല, അച്ചായന്മാർ ഇവിടെ കിടക്കുന്ന അച്ചായന്മാരുടെ വീട്ടിൽ സുവിശേഷം കൊണ്ട് വന്ന അവർ ചെന്ന സുവിശേഷയോട് അവർ പറയുന്നത്, ഞങ്ങളുടെ ഇച്ചായം പോയിടത്ത് ഞങ്ങൾക്കും പോകണമെന്ന്. സുവിശേഷം കയറി വരുന്നു. അച്ചായൻ അവിടെ കിടന്ന് പറഞ്ഞത്, എൻ്റെ പൊന്നച്ചായന്മാരെ നിങ്ങളെങ്കിലും ഇവിടെ വരലെന്നാ. പക്ഷെ ഇവിടുന്ന് അച്ചായന്മാർ ഞങ്ങളുടെ ഇച്ചായം പോടത്ത് പോകണം. ഇവിടെ ഇച്ചായം പോടത്ത് പോകാൻ നോക്കാതെ കർത്താവ് പോയിടത്ത് പോകാൻ നോക്കാം. സ്വതന്ത്രം സ്വതന്ത്രം. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് വിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കട്ടെ, എത്രയോ വിശുദ്ധന്മാരോടുണ്ട്, അവരെ ഒന്ന് വിടാൻ പറഞ്ഞാൽ എന്താ? വിട്ടില്ല, പറഞ്ഞില്ല. ഈ ലാസറിനെ വിടാനാ പറഞ്ഞേ. 2 കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ലാസറിനെ വിട്ട ആൾ തെറ്റാതെ കൊണ്ട് കൊടുക്കുമെന്ന് വിചാരിച്ചായിരിക്കില്ലേ. പക്ഷെ എൻ്റെ ചിന്ത ഞാൻ പറയാം, ഈ ധനവാൻ അവനവിടെ കിടക്കുന്നതല്ല വിഷയം അച്ഛാ, ലാസർ അവിടെ ഇരിക്കുന്നതാ വിഷയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ ചെന്നാലും ചിലരുടെ കുശുമ്പ് തീരത്തില്ല. അതോർത്ത് നീ ഭാരപ്പെടുമൊന്നും വേണ്ട. ചിലതൊക്കെ കാണുമ്പം ചിലർക്ക് പിടിക്കത്തില്ല. അതാ വേദവസം പറഞ്ഞു, ദുഷ്ടൻ പല്ലുകടി ചുരുങ്ങി പോകും, അവൻ്റെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഇതും പോരാ എന്ന് ദൈവത്തിന് തോന്നി. ഒന്ന് കൈയടിച്ച് വാ തുറന്നേ ശക്തിയോടെ സ്തോത്രം പറ. തമ്പുരാന് തോന്നി ഇത് പോരാന്ന്, നിന്നെ ഇത്ര ഉയർത്തിയ പോരാന്ന്. ഓ ഷമറ പെർത്ത് പെന്തക്കോസ് അസംബ്ലിയെ ഇത്ര ആദരിച്ചാൽ പോരാന്ന് ദൈവത്തിന് തോന്നിയ. ഓരോ ദൈവവൈതലേ, നിന്നെ ഇത്ര ഉയർത്തിയ പോരാന്ന്, നിന്റെ തലമുറ എത്ര ഉയർത്തിയ പോരാന്ന്. ഓ ഷമറ തുനിയ, എന്റെ ദൈവത്തിന് തോന്നിയാൽ ആര് വെല്ലുവിളിച്ചാലെന്നാ? ഇവിടെ എന്നാ അതേ അവിടെ ആകത്തുള്ളൂ. ഇവിടെ സ്തോത്രം പറഞ്ഞ അവിടെയും പറയാം, ഇവിടെ അല്ലേലിയ പറഞ്ഞ അവിടെയും പറയാം. വണികന്മാരുടെ ഇമ്പശബ്ദം കേൾക്കുന്നു ഞാൻ അക്കരെ, കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയാ ഗീതം കേൾക്കുന്നു. കയ്യെന്നടിച്ചേ, കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയാ ഗീതം കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയാ ഗീതം കേൾക്കുന്നു. വൈണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാൻ അക്കരെ. കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയാ ഗീതം കേൾക്കുന്നു. ഇതിപ്പോൾ ഇവിടെ തീരുമെന്ന് തോന്നില്ല. ഒരമ്മയുടെ വയറ്റിൽ 2 പിള്ളേർ കിടക്കുക. ഒന്ന് നിരീശ്വരവാദിയാണ്, ഒന്ന് വിശ്വാസിയാണ്. നിരീശ്വരവാദി പറഞ്ഞു വിശ്വാസി കൊച്ചനോടാ, തീർന്നടാ, ഇതിനകം ഉള്ളൂ, ഇതിനപ്പുറം ഒന്നും ഇല്ലടാ, നമ്മളിവിടെ തീരും. വിശ്വാസി കൊച്ചൻ പറഞ്ഞു, അല്ലടാ, അപ്പുറത്ത് എന്തൊക്കെ ഉണ്ടടാ, നമ്മളെ കാത്താരൊക്കെ അവിടെ ഇരിപ്പുണ്ടടാ. ഇവൻ പറയില്ലടാ, ഇവിടെ തീരുവടാ, 9 മാസം 9 ദിവസവും ഒക്കെ കിടക്ക്, നമ്മളിവിടെ തീരും. എപ്രാളപ്പെടും അവൻ കിടന്ന്. ഇവൻ പറഞ്ഞ, അല്ലടാ, ആരൊക്കെയോ നമ്മളെ പരിചരിക്കുന്നു, ഒരു കൈയൊക്കെ നമ്മളെ തലോടുന്നതായി തോന്നുന്നു, അപ്പുറത്താരോ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒടുവിൽ ദിവസം അടുത്തു, വേദനപ്പെടാൻ തുടങ്ങി. അമ്മ കരയുമ്പോൾ അകത്ത് കൊച്ചും കരയുക, 2 കൂടെ കിടക്കുക. ഒടുവിൽ അവൻ പറഞ്ഞു, തീർന്നടാ, നമ്മൾ തീരാൻ പോവാടാ. മറ്റവൻ പറഞ്ഞു, അല്ലടാ, നമ്മളൊരു പുതിയ ലോകത്തിലേക്ക് പോവുകയാണ്. മനസ്സിലായോ? ഒരു ഭക്തൻ വിശ്വാസ കണ്ണാൽ കാണുന്നു, അപ്പുറത്ത് ചിലതുണ്ട്, അവിടെ ചിലതുണ്ട്, അവിടെ ചിലർ കാത്തു നിൽക്കുന്നു, നമ്മളെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നു. നമ്മളൊരു പുതിയ ലോകത്തിലേക്ക് എത്തും. ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ. അമ്മയുടെ ഗർഭപാത്രം പോലെ ഈ ഭൂമിയിൽ അല്പകാലം നമ്മൾ കഴിയും. ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്. ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറ. നമ്മുടെ പ്രാണപ്രിയൻ നമ്മളെ കാത്തു നിൽക്കുന്നു, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മെ കാത്തു നിൽക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ ഇവിടെ കഷ്ടതയിൽ കൂട്ടാളിയാകുന്നവൻ അവിടെ കൂട്ടാളി. 3 കാര്യം ഓപ്ഷൻ ഇട്ട് പറയുന്നുണ്ട്. ഇത് അവസാനം പറയാൻ ഞാൻ വെച്ചതാ, ഇപ്പം പറയാം. 1, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോട് വാഴും. ഓപ്ഷൻ ഇട്ട് കൊടുത്തേക്കുന്ന എങ്കിൽ. 2, നാം അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചവരായി പറയുന്നേ എങ്കിൽ അവൻ്റെ പുനരുത്ഥാന സാദൃശ്യത്തോടെ ഏകീഭവിക്കും. നാം മനുഷ്യരുടെ ഇടയിൽ അവനെ ഏറ്റു പറയുന്നു എങ്കിൽ ദൂതന്മാരുടെ മധ്യവൻ നമ്മെ ഏറ്റു പറയും. ഇതൊക്കത്തില്ല, അത് ഒക്കത്തില്ല. നിനക്ക് അവനോട് മരിക്കാനൊക്കില്ലയോ, അവിടെ വാഴാനൊക്കില്ല. നിനക്കവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുക. അതാ സ്നാനം.
നാളെ 3 കുഞ്ഞുങ്ങൾ അവൻ്റെ മരണത്തിന് ശാശ്വത ഏകീവിപ്പാൻ പോവാ. മുങ്ങി പൊങ്ങുമ്പോൾ അവൻ്റെ മരണത്തിന് ശാശ്വത ഏകീവിക്കുക. മനുഷ്യരുടെ ഏറ്റു പറയണം. സ്വതന്ത്രം സ്വതന്ത്രം. ഒരു കൊച്ചെപ്പോഴും ഞായറാഴ്ച വന്നിട്ട് എനിക്കെന്നും പരിഹാസമോ ആക്ഷേപമോ, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുക, കള്ളി എന്നൊക്കെ വിളിക്കുക. മറ്റുള്ളവർ എന്നെ ആരും വിളിക്കുന്നില്ല. അതിന് കാരണം ഞാൻ പെന്തക്കോസ്തുകാരനാന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനിയാന്ന് പോലും ആർക്കും അറിയത്തില്ലെന്ന്. അതുകൊണ്ട് എനക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം പിന്നെ നിന്നെ ആര് വിളിക്കും? വല്ലവരും നിന്നെ പരിഹസിക്കണമെങ്കിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ നീ ധൈര്യപ്പെടുക. ലോകം നിങ്ങളെ പകയ്ക്കുന്നില്ല, ആശ്ചര്യപ്പെടരുത്. നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചു. ലോകം നിന്നെ പകയ്ക്കുന്നില്ല, എൻ്റെ അർത്ഥം നീ ദൈവപൈതലാണെന്നാ. അല്ലേ നിന്നെ ആര് പകയ്ക്കാനാ? നീ അവൻ്റെ കൂടെ തുളക്കയിട്ട് നടക്കല്ലേ. ചിലത് ഇവിടെയുണ്ട് അവിടെയുണ്ട്, ഇവിടെ കാണും അവിടെയും കാണും. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. സ്വതന്ത്രമൊന്നും കേൾക്കുന്നില്ല. ഞാൻ പറയും കൊള്ളാം, ഇവിടെ മുങ്ങിയിട്ട് അവിടെ പൊങ്ങരുത്. ഇവിടെ സ്വത്രവും കയ്യടിയൊക്കെ വെച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ പരിമനത്തിലുമേനെന്നും പറഞ്ഞ് നടക്കരുത്. എന്തുകൊണ്ടോ ദൂത് അങ്ങനെയൊക്കെ വരുന്നച്ചാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ യേശു എന്ന മധ്യസ്ഥനല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല. എല്ലാം ഒന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ഈ പ്രമാണം നിന്റെ അകത്ത് കയറിയിട്ട് നീ വീണ്ടും പഴയതിലേക്ക് പോകരുത്. വേദവസം പറയുന്നു ആ ശബ്ദത്തിലേക്ക് തിരിയരുത്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് പരമാർത്ഥത്തോടെ ദൈവത്തെ ആരാധിച്ചോണം, ദൈവത്തെ സേവിച്ചോണം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സ്തുതിക്കണം. തലമുറകൾക്ക് അത് അനുഗ്രഹമാ. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച. നമ്മുടെ സമയം വളരെ വേഗത്തിൽ പോകുന്നു. യോഹന്നാന് ദൈവം ദർശനം നൽകി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. ക്രൂശിക്കപ്പെട്ട തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ ദർശനമാ. ഒന്ന് പറഞ്ഞ എല്ലാവരുടെ തേജസ്കരിക്കപ്പെട്ട കർത്താവ് ഒന്ന് പറഞ്ഞാട്ടെ. എന്താണ് തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ ദർശനം? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം. സിസ്റ്ററെ പെട്ടെന്ന് വായിച്ചേ. ഞാൻ അതിലേക്ക് പെട്ടെന്ന് വരാം. സംസാരിച്ച നാദം എന്തെന്ന് കേൾപ്പാൻ വായിച്ചോ. കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. ഇനി ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി മതി. ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ ദർശനം കണ്ട് 1-ാം അധ്യായത്തിൽ എഴുതുകയാണ്. നോക്കിയേ, ഞാൻ പറഞ്ഞു യോഹന്നാൻ യേശുവിനെ ക്രൂശിൽ അവസാനമായി കണ്ടവനാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ, ഇത് ദുഃഖവെള്ളി ഉയർപ്പ് ഞായർ ദിനങ്ങളൊക്കെ ആയതുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെയും ക്രൂശിക്കപ്പെട്ടവനെയും നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അല്ലേ അത് സുവിശേഷയോ അല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു രാത്രി യോഗം ഈ പ്രാവശ്യം എൻ്റെ ഇവിടുത്തെ വിസിറ്റിലെ ലാസ്റ്റ് യോഗമാണ്. ഈ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ യോഹന്നാൻ കാണുമ്പോൾ അവൻ അവസാനമായി ക്രൂശിൽ കണ്ട ക്രൂശിക്കപ്പെട്ട കർത്താവ് എങ്ങനെ നിങ്ങൾ അറിയണം. ക്രൂശിക്കപ്പെട്ട കർത്താവ് യോഹന്നാൻ അവസാനം വരെ അത് കണ്ടു. യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത റോമൻ പടയാളികൾ യേശുവിനെ റോമൻ ഗവർണറായ പീലാത്തോസിന് മുമ്പിൽ കൊണ്ടു നിർത്തി. പീലാത്തോസ് പറഞ്ഞു, ഞാൻ അവനെ അടിപ്പിച്ചു വിട്ടയക്കും. പീലാത്തോസ് പറഞ്ഞു, ഇവനെ അടിച്ചിട്ട് വിട്ടു. ആദ്യം അടിക്കാനാണ് പറഞ്ഞത്. പടയാളികൾ അവനെ കയ്യേറ്റുവെന്ന് നമ്മൾ വായിക്കുന്നു. എങ്ങനെയാണ് കയ്യേറ്റത്? യേശുവിനെ അറസ്റ്റ് ചെയ്ത പടയാളികൾ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി ഒരു കൽത്തൂണോട് ചേർത്ത് കുനിച്ചു നിർത്തി. കൽത്തൂൺ എന്ന് പറഞ്ഞാൽ ആ തൂണ് നെഞ്ചോട് വരും. കൈ രണ്ടും മുമ്പോട്ട് നീട്ടി ആ തൂണിനോട് ചേർത്ത് യേശുവിനെ ഇങ്ങനെ പിടിച്ചു കെട്ടി. എന്നിട്ട് യേശു കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി. നിങ്ങൾ കാണുന്ന ചിത്രങ്ങളിൽ അല്പവസ്ത്രം യേശുവിനുണ്ട്. അത് ലിയോനാർഡോ ഡാവിഞ്ചി വരച്ചതാണ്. യേശുവിനെ അടിക്കുമ്പോൾ അവൻ്റെ ദേഹത്ത് വസ്ത്രമില്ലായിരുന്നു. വിശുദ്ധ ബൈബിൾ എനിക്കൊപ്പം നിൽക്കുന്നു. കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ഒരു മനുഷ്യനെ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വെച്ച് വിവസ്ത്രനാക്കുക, ഒരു സ്ത്രീയെ ജനക്കൂട്ടത്തിൻ്റെ മധ്യ വെച്ച് വിവസ്ത്രയാക്കുക, അതിനേക്കാൾ വലിയ അപമാനമില്ല. എൻ്റെ യേശു നിനക്ക് വേണ്ടി വിവസ്ത്രനായി.
ഏദൻ പൂങ്കാവനത്തിൽ പാപം ചെയ്ത മനുഷ്യവർഗം നഷ്ടപ്പെടുത്തിയ തേജസ്സിൻ്റെ വസ്ത്രം നമുക്ക് തിരികെ നൽകുവാൻ അവൻ നമുക്കായി വിവസ്ത്രനായി. അവനെ ഇങ്ങനെ കുടിച്ചു നിർത്തിയ ദേശമായി. ഒരു ഇരുമ്പ് ദണ്ടിൻ്റെ അഗ്രത്ത് 7 തോൾവാറുകൾ, ചാട്ടവാറുകളുണ്ട്. ആ തോൾവാറിൻ്റെ അഗ്രത്ത് അസ്ഥി കഷ്ണങ്ങൾ, ഈയക്കട്ടികൾ, ചൂണ്ടക്കൊളുത്തുകൾ ബന്ധിച്ചിരിക്കുകയാണ്. ഞാനവയൊക്കെ കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ പോയി അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കാളയടിക്കുന്ന പോലെ, പോത്തിനെ അടിക്കുന്ന പോലെ യേശുവിൻ്റെ പുറത്തേക്ക് ഈ ചാട്ടവാർ ചുഴറ്റി അവർ ആഞ്ഞടിക്കുവാൻ തുടങ്ങി. നിങ്ങളുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ പാതാളക്കരണ്ടികൾ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. തൊട്ടികിണറ്റിൽ വീണാൽ എടുക്കാൻ ഉപയോഗിക്കുന്ന പാതാളക്കരണ്ടി, 3 വശവും ഇങ്ങനെ കുർത്ത മുള്ളുകളുള്ള പാതാള, അതുപോലെയുള്ള മുള്ളുകൾ, ആ വലിയ ഇരുമ്പ് കൊളുത്തുകളാണ് ഇതിൽ ബന്ധിച്ചിരിക്കുന്നത്. അസ്ഥി കഷ്ണവും ചൂണ്ടക്കൊളുത്തും ബന്ധിക്കപ്പെട്ട ചാട്ടവാറുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പുറത്തേക്ക് ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ കർത്താവ് വേദന കൊണ്ട് പുളയും. അസ്ഥി കഷ്ണവും ചൂണ്ടക്കൊളുത്തും ബന്ധിക്കപ്പെട്ട ചാട്ടവാർ കൊണ്ട് അടിക്കുമ്പോൾ ഈ ഈ ചാട്ടവാർ നമ്മുടെ കർത്താവിൻ്റെ ശരീരം ഉടക്കും. അവരത് പിഴുതെടുക്കാൻ നോക്കും, വലിച്ച് പിഴുതെടുക്കാൻ നോക്കുമ്പോൾ കഴിയില്ല. നമ്മുടെ പറമ്പിൽ നിന്ന് കപ്പ വീഴുന്ന പോലെ മറ്റൊരു പടയാളിയെ കൂറ്റിന് വിളിച്ചിട്ട് നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് അവർ ഒന്നിച്ച് ഈ ചാട്ടവാർ വലിച്ചെടുക്കുമ്പോൾ മാംസ കഷ്ണങ്ങൾ ഇരുന്നു പോരും. ഒരു ബേസിലെ വെള്ളത്തിൽ ഇത് കറക്കിയിട്ട് അവൻ മാറി നിൽക്കും. ഇങ്ങേ വശം തിരിഞ്ഞ് നിൽക്കും, അവൻ ആഞ്ഞടിക്കും. യേശു വേദന കൊണ്ട് പുളയും. അത് പിഴുതെടുക്കാൻ കഴിയില്ല. ഒന്നിച്ച് പിഴുതെടുക്കുമ്പോൾ മാംസം ഇരുന്നു പോരും. വീണ്ടും ബേസിൽ കലക്കും, വീണ്ടും അടിക്കും, വീണ്ടും അടിക്കും, വീണ്ടും കലക്കും, വീണ്ടും അടിക്കും, വീണ്ടും കലക്കും. 1 കുറയെ 40 അടി, 39 അടി കർത്താവിൻ്റെ പുറത്ത് അവർ അടിച്ചു. നിങ്ങൾ ആ ബേസിലേക്ക് നോക്കുക. ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊത്തി അരിഞ്ഞ് അടപ്പയിടുമ്പം മാംസവും രക്തവും കിടക്കുന്ന പോലെ അത് കിടക്കുക. അത് കണ്ടിട്ടായിരിക്കാം പീലാത്തോസ് പുരുഷാരം കാണുക വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അവൻ്റെ പുറം അടിച്ചിടും ജാലുകളെ കീറി. വേദശാസ്ത്രികൾ പറയുന്ന അവസാന അടികൾ വന്നപ്പോൾ അവൻ്റെ പുറത്ത് മാംസമില്ലാതെയായി. അവൻ്റെ അടികൾ അസ്ഥികളിലേക്ക് കാണ്ടിറങ്ങി. സഹോദര സഹോദരി, എല്ലും കഷ്ണം വെച്ച്, ഇരുമ്പ് കഷ്ണം വെച്ച് നിൻ്റെ എല്ലിനൊരു അടി കിട്ടിയാൽ എത്ര വലിയ വേദനയായിരിക്കും. എൻ്റെ യേശു നിനക്ക് വേണ്ടി അത് സഹിച്ചു. 1 കുറേ 40 അടി അടിച്ചു കഴിഞ്ഞപ്പോൾ അവർ അവനെ പിഴുതെടുത്തു. അടുത്ത ഓർഡർ വന്നു കൊണ്ട് ക്രൂശിച്ചോളാൻ. 150 കിലോളം ഭാരമുള്ളൊരു കുരിശ് യേശുവിൻ്റെ തോളിൽ അവർ വെച്ചു കൊടുത്തു. വേച്ചു വിറയ്ക്കുന്ന കാലുകളോട് വീണ് വീഴുന്നിട്ടും യേശു ഗോൽഗോഥാവിനെ ലക്ഷ്യമാക്കി നടക്കുന്നു. ഓരോ തവണ വീഴുമ്പോഴും അവനെ അടിക്കും. അവനെ അടിക്കും. അങ്ങനെ ആ ഗോൽഗോഥാവിൽ ആ വിലാപയാത്ര എന്ന് കഴിഞ്ഞപ്പോൾ അവർ യേശുവിനെ പിടിച്ച് തള്ളി ക്രൂശിലേക്ക്. പൊത്തോ എന്ന് യേശു അതിലേക്ക് തെറിച്ചു വീണു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എൻ്റെ യേശുവിൻ്റെ ദർശനം ഇന്ന് രാത്രി ഏറ്റുവാങ്ങണം. പ്രൈസ് ദി ലോർഡ്. യേശുവെ പൊത്തോ എന്ന് തെറിച്ചു വീണു. ഒരു അറവുകാരൻ താൻ കൊള്ളുന്ന മൃഗത്തോട് ദയ കാണിക്കാതെ അതിനെ കൊല്ലുമ്പോൾ അതിൻ്റെ തല പിടിച്ച് കുത്തുന്ന പോലെ യേശുവിൻ്റെ തല പിടിച്ച് അവർ ആ കുരിശിലേക്ക് കുത്തി. അവൻ്റെ കൈയും കാലും വിരിച്ചു. അവൻ്റെ തലയിൽ അവർ മുൾക്കിരീടം വെച്ചടിച്ചു. ഞാൻ ആ മുൾക്കിരീടം കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടു കാണും. ആ യേശുവിൻ്റെ തലയിലേക്ക് ഈ മുൾക്കിരീടം വെച്ചടിക്കുമ്പോൾ തലയോടുകൾ പൊട്ടി, തലച്ചോറിനുള്ളിലേക്ക് ഈ മുള്ളുകൾ ആണ്ടിറങ്ങി. യേശുവിൻ്റെ കണ്ണ് നനച്ചുകൊണ്ട് ആ രക്തം താഴേക്ക് ഒഴുകുവാൻ തുടങ്ങി. നിൻ്റെ കണ്ണിൽ ഒരു തുള്ളി രക്തം വീണാൽ അത്ര വലിയ നീറ്റലാ. യേശുവിൻ്റെ കണ്ണ് നനച്ച് രക്തം ഒഴുകുന്നു. അവന് കൈയെടുത്ത് തുടയ്ക്കാൻ കഴിയുന്നില്ല. അവൻ്റെ മുഖത്തു നിന്നവർ രോമകൂപങ്ങൾ പിഴുതെടുത്തു. സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്ന മുഖമുള്ള നമ്മുടെ കർത്താവിൻ്റെ മുഖം നീര് വന്നു വീർത്തു. ആ നീര് വന്ന വീർത്ത മുഖത്തേക്ക് അവർ കാർക്കിച്ച് തുപ്പി. അവൻ്റെ കണ്ണിലും മൂക്കിലും വായിലും മനുഷ്യ കീടങ്ങളുടെ തുപ്പൽ വീണു. അവരവനെ ആ കുരിശോടുകൂടെ പൊക്കിയെടുത്ത് ആ കാൽവറി മലയിലേക്ക് നാട്ടി ഉലച്ച ശരീരമിടുമ്പോൾ യേശു കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ഈ 3 ആണിമേലായി. അങ്ങനെ തൂക്കപ്പെടുന്ന ഒരു മനുഷ്യന് വൈദ്യശാസ്ത്രപ്രകാരം ശ്വാസം വിടുവാൻ കഴിയില്ല, ഉച്ഛ്വസിക്കുവാൻ കഴിയില്ല. യേശു കർത്താവ് ശ്വാസം കാലിൽ കുത്തി ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുവാൻ തുടങ്ങി. വലിവുകാരൻ വലിക്കുന്ന പോലെ, ആസ്മാരോഗി വലിക്കുന്ന പോലെ യേശു വലിച്ച് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അവൻ്റെ രക്തധമനികൾ പൊട്ടി, അവൻ രക്തം വിയർത്തു. 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുലമരത്തിൽ കണ്ടാലാളം തോന്നും ഇരുവനായി
കൈകാലുകൾ കാരും പണികളാൽ കുത്തി തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കയ്പുവെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിൻ്റെ പാപശാപരോഗ ദുരിതങ്ങൾ സ്വന്തം ശിരസിന്മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ച നസ്രയനായ യേശുവിനെ ഈ രാത്രി ഞാൻ ഈ പോഡിയത്തിൽ ഉയർത്തുകയാണ്. എൻ പേർക്ക് യേശു മരിച്ചെന്ന് വിശ്വസിക്കുന്നു. പാപം ഇന്ന് മാറ്റുവാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ബലിയായെന്ന് വിശ്വസിക്കുന്നവൻ ആ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി ആട്ടുക. ഓ ക്ഷമറയ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ പോലെ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ചെറുതിരിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് ഇന്ന് രാത്രിയിലും നിൻ്റെ പാപം മോചിപ്പാൻ ശക്തിയുണ്ട്, നിൻ്റെ രോഗം സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തം നിൻ്റെ സകല പാവം പോക്കി ശുദ്ധീകരിക്കുന്നു. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ആ രക്തത്താലുള്ള ശുദ്ധീകരണം ഈ രാത്രി ഇവിടെ നടക്കട്ടെ. ഓ, ഇന്ന് രാത്രി നീ അവനെ തള്ളി പോകരുത്, അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാതെ പോകരുത്, അവനെ സ്വീകരിക്കാതെ പോകരുത്. യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഓ ഷബറഹദുനയ സകല പാവവും പോക്കി ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ പാവം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിപ്പാൻ ആ രക്തത്തിന് ശക്തിയുണ്ട്. യോഹന്നാൻ ക്രൂശിൽ യേശുവിനെ അവസാനമായി കാണുമ്പോൾ അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിച്ചിരുന്നു. അവൻ്റെ തലമുടി രത്നഖചിതമായിരുന്നു. അവൻ്റെ കണ്ണുകൾ കുഴിഞ്ഞതാണ് കണ്ണുകളായിരുന്നു. അവൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരുന്നു. അവൻ്റെ ശബ്ദം എനിക്ക് ദാഹിക്കുന്നു എന്ന് ക്ഷീണിച്ചതായിരുന്നു. അവൻ വിവസ്ത്രനായിരുന്നു. അവൻ്റെ കൈയും കാലും കുത്തിത്തുളയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ യോഹന്നാൻ ഇപ്പോൾ കാണുന്ന ക്രിസ്തു, സ്തോത്രം പറഞ്ഞു കൊള്ളുക, അവൻ്റെ തലയിൽ അനേക രാജമുടികളിരിക്കുന്നു. അവൻ്റെ തലമുടി ഹിമം പോലെ വെള്ളയായത്. ഓ ശമനയ. അവൻ്റെ കയ്യിൽ 7 വല നക്ഷത്രം പിടിച്ചിരിക്കുന്നു. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയോ ഹല്ലേലൂയ തകർത്ത ഇടിമുഴക്കം പോലെയുള്ളത്. അവൻ്റെ കണ്ണുകൾ അഗ്നി ജ്വാലയ്ക്കൊത്തള്. വെള്ളോട് സദൃശമായ കാൽപാദമുള്ളവനെ യോഹന്നാൻ കാണുക. അവനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണപ്പോൾ അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് പറഞ്ഞു, യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്ക് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ കുഞ്ഞേ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. ഈ രാത്രി ക്രൂശിക്കപ്പെട്ടവനെ ഇവിടെ ഉയർത്തുക, തേജസ്കരിക്കപ്പെട്ടവനെ ഉയർത്തുക. അവന്റെ കാൽക്കൽ യോഹന്നാൻ മരിച്ചവനെ പോലെ വീണു. യേശു പറഞ്ഞു, യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഈ കൺവെൻഷൻ്റെ അവസാന രാത്രി ഞാൻ വിളിച്ചു പറയാം, ഒരു പൊതുയോഗത്തിൽ കേരളത്തിൽ വലിയ ഗ്രൗണ്ടിൽ നിന്ന് വിളിച്ചു പറയുന്ന ദൂതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ മരിക്കാൻ വന്നു. ഇനി നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ ഭരിക്കാൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ഒരിക്കൽ നമ്മുടെ കർത്താവ് ലോകത്തിന്റെ പാപഭാരം ചുമന്നിരിക്കുന്ന കുഞ്ഞാടായി വന്നു. ഇനി അവൻ യഹൂദഗോത്രത്തിന്റെ സിംഹമായി ഇറങ്ങി വരാൻ പോകുകയാണ്. ഓ ഷാബാ റുദീനിയ. ഒരിക്കൽ നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പുകാരനായി വന്നു. ഇനി നമ്മുടെ കർത്താവ് വീണ്ടെടുക്കപ്പെട്ടവരെ വീട്ടിൽ ചേർക്കാൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ഒരിക്കൽ നമ്മുടെ കർത്താവ് രക്ഷിതാവായി വന്നു. ഇനിയും നമ്മുടെ കർത്താവ് ശിക്ഷിതാവായി വരാൻ പോകുകയാണ്. ഒരിക്കൽ നമ്മുടെ കർത്താവ് മശിഹായായി വന്നു. ഇനിയും നമ്മുടെ കർത്താവ് രാജാതി രാജാവായി വരാൻ പോകുകയാണ്. മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ, പൊൻകിരീടം ചൂടി തേജ പൂർണ്ണനായതാ. കൈയടിച്ചേ. മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ. ചേർന്ന പാട്. പൊൻകിരീടം ചൂടി തേജപൂർണനായിതാ യേശു വരുന്നേ, പൊന്നേശു വരുന്നേ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ആമേൻ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ആമേൻ. മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ, പൊൻകിരീടം ചൂടി തേജപൂർണനായിതാ. മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ, പൊൻകിരീടം ചൂടി തേജപൂർണനായിതാ. യേശു വരുന്നേ, യേശു വരുന്നേ. ശക്തിയോടെ പാടിക്കേ. യേശു വരുന്നേ, വരവിനായി
തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ആമേൻ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ആമേൻ. ലോക വാഴ്ച യേശു രാജരാജനായി സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി. ഓ നീക്കും ലോക വാഴ്ച യേശു രാജരാജനായി സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ആമേൻ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ആമേൻ. ആ സ്വർഗീയ നാളതിൻ പ്രധാനമായിതാ ഹായൻ പ്രിയൻ വാനിൽ ദൂതസേനയോടിതാ. ആ സ്വർഗീയ നാളതിൻ പ്രഭാതമായിതാ ഹായൻ പ്രിയൻ വാനിൽ ദൂതസേനയോടിതാ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ. എല്ലാവരും കൈയടിച്ച് പാടിക്കേ. തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. ആമേൻ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. ലോക വാഴ്ച, ഓ നീക്കും ലോക വാഴ്ച യേശു രാജരാജനായി സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി. ഓ നീക്കും ലോക വാഴ്ച യേശു രാജരാജനായി സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ. ഹല്ലേലൂയ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ആമേൻ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഓ ഇവിടെ കയറി വരുവീനെന്ന ദൈവ ശബ്ദം കേൾ. അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവീനെന്ന ദൈവ ശബ്ദം കേൾ. അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ. ഹല്ലേലൂയ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഓ വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഓ വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. യേശു മടങ്ങി വരാറായി. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ ആദ്യ രാത്രി പറഞ്ഞ് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ദൂരെയൊക്കെ ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഏറ്റെടുത്താലും ശരി, ഇല്ലെങ്കിലും ശരി, ഈ സംഘം സ്വന്തം കാണുന്ന സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച ക്രിസ്തു, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്തുയർത്തേണ്ട ക്രിസ്തു, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ രാജാതി രാജാവായി ഇറങ്ങി വരുവാൻ പോകുന്നു. അവനെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഒന്നുകൂടെ കൈയടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം. ലോകം ഇനിയും കേൾക്കാൻ പോകുന്ന വലിയ വാർത്ത മനുഷ്യൻ ചൊവ്വയിൽ കാലുകുത്തി എന്നതായിരിക്കില്ല, മനുഷ്യൻ ചന്ദ്രനിൽ ഹോട്ടൽ പണിതു എന്നതായിരിക്കില്ല. ലോകം കേൾക്കാൻ പോകുന്ന വലിയ വാർത്ത തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു ഇറങ്ങി വന്നു, ഒരു കൂട്ടം ഭക്തന്മാർ ഇവിടുന്ന് കാണാതാ എന്നുള്ളതായിരിക്കും. പ്രത്യാശയുള്ളവൻ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ നമ്മൾ കാണുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഭൂമിയിൽ നടക്കേണ്ട 96 അടയാളങ്ങളുണ്ട്. അക്കമിട്ട് നിരത്തി ഞാൻ കേരളത്തിൽ ഉടനീളം ദീർഘവർഷങ്ങളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്നതോട് നടക്കണമെന്നില്ല. എല്ലാം നടന്നു കഴിഞ്ഞു. ഭൂമി ഒരുങ്ങിക്കഴിഞ്ഞു, ആകാശം ഒരുങ്ങിക്കഴിഞ്ഞു, സ്വർഗം ഒരുങ്ങിക്കഴിഞ്ഞു, ദൂതസംഖ്യം ഒരുങ്ങിക്കഴിഞ്ഞു, ഇസ്രായേൽ ഒരുങ്ങിക്കഴിഞ്ഞു. സഭയെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ലോകം മുഴുവൻ റെഡിയായി കഴിഞ്ഞു. ഈ മധ്യപൂർഷയൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയ അടുത്ത 2 രാത്രികൾ വേണം. ഇതൊക്കെ എന്നാൻ്റെ പുറപ്പാടാൻ നിങ്ങൾക്കറിയാമോ? ഈറ്റുനോവിൻ്റെ ആരംഭമാ. ഹല്ലേലൂയ. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം ആഗമിക്കാറായി. പാപമില്ല വിശുദ്ധന്മാർക്കായി, തന്റെ ഭക്തന്മാർക്കായി ദൈവം തന്നെ രാജ്യം സ്ഥാപിക്കാറായി. കൈകളടിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി, യേശു ഇറങ്ങി വരാറായി, യേശു വരാറായി. കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ സമയം ഓൾമോസ്റ്റ് തീർന്നിരിക്കുക എന്ന് തോന്നുന്നല്ലോ. അതിൻ്റെ മുമ്പോട്ട് തീർന്നു. യേശു കർത്താവിൻ്റെ മടങ്ങി വരുന്ന 2 ആമുഖങ്ങളുണ്ട്. ലാസ്റ്റ് പറഞ്ഞ് നിർത്താം. 1 സഭയ്ക്ക് വേണ്ടിയുള്ള വരവ്, 2 സഭയുമായുള്ള വരവ്. രഹസ്യവരവും പരസ്യവരവും എന്ന് പറയും. റാപ്ചർ ഓഫ് ദ ചർച്ച്, ഗ്ലോറിയസ് അപ്പിയറൻസ്.
മഹത്വ പ്രത്യക്ഷതയും മേഘപ്രത്യക്ഷതയും. അതിന് മേഘപ്രത്യക്ഷതയ്ക്ക് ഇന്നതുകൂടെ നടക്കണമെന്നില്ല. ഏത് നിമിഷവും കാഹളം ധ്വനിക്കും. ഇവിടുന്ന് മറക്കും, ദൈവസഭ മറക്കും. അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നേരമുള്ളൂ. ഒന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, 1 Thessalonians chapter 4:16, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ പറഞ്ഞാട്ട് വായിച്ചാട്ടെ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അടുത്ത പദം വായിച്ചേ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അത് പോരാ. എല്ലാവരും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഈ രാത്രി കാഹളം ധ്വനിച്ചാൽ ഞാൻ എടുക്കപ്പെടുമെന്ന് തൻ്റെ ഇടമുള്ള ദൈവവേദൽ ശങ്കിന് കൈവച്ചോണ്ട് പറ, നാം ഉറക്കെ പറ, നാം എടുക്കപ്പെടും. വെടിവെട്ടുന്ന പോലെ പറ, എടുക്കപ്പെടും. നാം എടുക്കപ്പെടും. മരിച്ചവർ രൂപാന്തരം പ്രാപിക്കും. നാം എടുക്കപ്പെടും. എനിക്ക് ഇനി ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിയത്തില്ല, നിങ്ങൾക്കിങ്ങനെ ഇരുന്ന് നീ കേൾക്കാനും ഒക്കില്ല. നാം എടുക്കപ്പെടും. റാപ്ചർ ഒരു പ്രത്യേക വിഷയമാണ്. റാപ്പിയോ എന്ന വാക്കിൽ നിന്നാണ് റാപ്ചർ എന്ന പദമുണ്ടായത്. റാപ്പിയോ എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടു പോകുക, റാഞ്ചിക്കൊണ്ടു പോകുക, മേളോട്ട് വലിച്ചെടുക്കുക എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ തള്ളക്കോഴിയോടൊപ്പം തീറ്റ തിന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കുഞ്ഞ്, ഈ കോഴിക്കുഞ്ഞിന് തീറ്റ തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കോഴി നോക്കി നിൽക്കുമ്പോൾ ഓടി വന്ന് കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ ഉപയോഗിക്കുന്ന പദമാണ് റാപ്പിയോ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പിശാചും അവന്റെ ദുഷ്ടാത്മ സേനയും നോക്കി നിൽക്കെ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച സഭയെ എന്റെ കർത്താവ് റാഞ്ചിക്കൊണ്ടുപോകും. അതെന്താ റാഞ്ചാൻ കാരണം? വീട്ടിൽ രക്ഷിക്കപ്പെട്ട ഒരുവൻ രക്ഷിക്കപ്പെടാത്ത 9 എണ്ണം, അങ്ങനെ ആലോ റേഷ്യ. അപ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ അവരെ ഏതെങ്കിലും മൂളൽ പോലും കേൾക്കുമായിരിക്കും. ഈ 9 എണ്ണം കൂടെ ഈ രക്ഷിക്കപ്പെട്ട ദൈവം എന്നെ കയ്യെ കയറി പിടിച്ചാൽ അവനെ കിട്ടത്തില്ല. കാരണം കണ്ണി മെയ്ക്കുന്നുണ്ടെങ്കിൽ അവൻ രൂപാന്തരം പ്രാപിക്കും. ഒന്ന് പറഞ്ഞേ, കണ്ണി മെയ്ക്കുന്നുണ്ടെങ്കിൽ. അതൊക്കെ വലിയ മർമ്മമാണ്. ഈ റാപ്ചർ തന്നെ വലിയൊരു സംഭവമാണ്. കണ്ണിമേക്കാണ് രൂപാന്തരം പ്രാപിക്കും. 1 കൊരിന്ത്യർ ലേഖനം 15:52 പറഞ്ഞിരിക്കുന്നത് ഒരു മർമ്മം, ഞാനൊരു മർമ്മം പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളില്ല എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മരിക്കില്ല. പെട്ടെന്ന് അന്ത്യകാഹളനാദത്തിങ്കൽ ഐക്യ സിസ്റ്ററെ കണ്ണിമേക്കിനിടയിൽ നാം രൂപാന്തരം പ്രാപിക്കും. റാപ്ചർ എടുക്കപ്പെടും. ഒന്ന് പറഞ്ഞേ. ഹാനോക്ക് ദൈവത്തോട് നടന്ന് ദൈവനെ എടുത്തുകൊണ്ടതിനാൽ എടുക്കപ്പെടും. എങ്ങനെ എടുക്കപ്പെടുന്ന അറിയാവോ? ഇവിടുന്ന് മേലോട്ട് ഉയരുന്ന ബഹിരാകാശ പേടകങ്ങളുടെ സ്പീഡ് കേൾക്കണോ? ഇപ്പോഴത്തെ ഇതുവരെയുള്ള വാഹനത്തിൻ്റെ സ്പീഡ് 25,000. മണിക്കൂറിൽ 2 ലക്ഷം മൈൽ വേഗത്തിൽ പായുന്നൊരു വാഹനം കണ്ടുപിടിച്ച് ഒരു മനുഷ്യനെ അതിൽ കയറ്റി വിട്ടാൽ, ഇപ്പം ചന്ദ്രൻ ഇവിടെ നിന്ന് 2,38,000 മൈൽ അകലെയാണ് നിൽക്കുന്നത്. 2,38,000 മൈൽ അകലെ. അവിടേക്ക് ഇപ്പം പോകാൻ 65 മണിക്കൂർ വേണം. 25,000 കിലോമീറ്റർ സ്പീഡുള്ള സ്പേസ് ഷട്ടിലിൽ. പക്ഷേ 2 ലക്ഷം മൈൽ വേഗത്തിൽ പായുന്നൊരു വാഹനം കണ്ടുപിടിച്ച് ഒരാളെ വിട്ടാൻ തുടങ്ങിയാൽ ചന്ദ്രനിലെത്താൻ 3 മണിക്കൂർ മതി. ശുക്രൻ 3 കോടി മൈൽ അകലെയാണ്. അവിടെ എത്താൻ ഇപ്പോഴത്തെ സ്പീഡ് വെച്ച് 10.5 വർഷം വേണം. എത്ര വർഷം? ശുക്രനിൽ ചെല്ലാൻ. 2 ലക്ഷം മൈൽ വേഗത്തിൽ വാങ്ങുന്ന ഇതുവരെ കണ്ടുപിടിച്ച് അതിൽ വിട്ടാൽ അവിടെ എത്താൻ 2 ആഴ്ച എടുക്കും. ചൊവ്വ 4 കോടി മൈലാണ്. 1.5 വർഷം വേണം ഇപ്പോഴത്തെ നില അങ്ങെത്താൻ. 2 ലക്ഷം മൈൽ വേഗത്തിൽ വായുന്നൊരു വാഹനം കണ്ടുപിടിച്ച് അതിലൊരുത്തനെ കയറ്റി വിട്ടാൽ അവിടെ എത്താൻ 3 ആഴ്ച കൊണ്ടെത്തും. ഇനിയും സൂര്യൻ 9.5 കോടി മൈൽ അകലെയാണ്. 3 വർഷം വേണം ഇപ്പം സൂര്യനിലേക്ക് ഒരു സാധനത്തെ വിട്ടാങ്ങി എല്ലാം. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? 25 മൈൽ 2 ലക്ഷം മൈൽ വേഗത്തിൽ പായുന്നൊരു വാഹനം കണ്ടുപിടിച്ച് അങ്ങോട്ട് അതിൽ കയറ്റി വിട്ടാൽ 7 ആഴ്ച കൊണ്ട് ചെല്ലും. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം പ്രോക്സിമയാണെന്നിരിക്കട്ടെ, ആ നക്ഷത്രത്തിൻ്റെ അകലം 26 ലക്ഷം കോടി മൈലാണ്. 26 ലക്ഷം കോടി മൈൽ. ഇപ്പോഴത്തെ ഇതനുസരിച്ച് 7,20,000 വർഷം എടുക്കും അവിടെ ചെല്ലാൻ, നക്ഷത്രത്തിൽ ചെല്ലാൻ. 2 ലക്ഷം മൈൽ വേഗത്തിൽ കായുന്നൊരു വാഹനം കണ്ടുപിടിച്ച് അത് കയറ്റി വിട്ടാൽ 14,000 വർഷം എടുക്കും. ഇവിടെ ചെല്ലാൻ വെച്ചാൽ ഒരു നക്ഷത്രത്തിൽ ചെല്ലാൻ 14,000. ഇവൻ എവിടാ നിൽക്കുന്നേ? കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പർദീസയുടെ കവാടം പ്രോക്സിമയ്ക്കടുത്തല്ല. സൈമൺ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 1000 കോടി വാനഗോളങ്ങളെ താണ്ടി
സഭ അവിടെ എത്താൻ എത്ര വർഷം എടുക്കും? കണ്ണി വെക്കുന്നിടയിൽ, പറയാട്ടെന്നേ, കണ്ണി വെക്കുന്നിടയിൽ, കണ്ണി വെക്കുന്നിടയിൽ, കയ്യൊന്ന് അടിച്ചു പറ, കണ്ണി വെക്കുന്നിടയിൽ 16,000 വർഷം. ഞാൻ വിളിച്ചു ചോദിക്കാം, എത്ര വർഷം എടുക്കും? 14,000 വർഷം എടുക്കുമോ? 14 വർഷം എടുക്കുമോ? 14 മിനിറ്റ് എടുക്കുമോ? ഇല്ല ഇല്ല ഇല്ല. കണ്ണി വെക്കുന്നിടയിൽ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. കയ്യൊന്നടിച്ച് ദൈവത്തെ സൂചിച്ച് അങ്ങനെ സാധിക്കും. എങ്ങനെ സാധിക്കും? വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമർത്തിയുള്ള ശരീരത്തെ രൂപം തൊടുത്തും കണ്ണിമേക്കുകളിൽ നീ പറക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മൾ ഈ ആരാധിക്കും മേളോട്ടും താഴോട്ടും ചാടാൻ കാരണം നമ്മുടെ അകത്ത് ഈ റോക്കറ്റിനെ വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനാണല്ലോ വീണ്ടെടുപ്പിക്കുന്ന ആളാൻ മുദ്രയിട്ടിരിക്കുന്നത്. ആരാത്മാവിൽ ആരാധിക്കും ഈ മേളോട്ട് കുതിക്കുക, എന്നെ വിടെ ഞാൻ പോട്ടെ, ജഡം പിടിച്ച് വിടുക, ഇവിടെ കട. ഒരിക്കൽ നമ്മൾ ജഡത്തെ വെല്ലുവിളിക്കും, ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കും, നാം പറന്നുയരും. കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞ് ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കുറിച്ചിട്ടോ മനസ്സിൻ്റെ കോളി കണക്കുമ്പോൾ അറിഞ്ഞോണം ഇവിടെ സ്തോത്രം പറയുന്നവൻ പോയെന്ന്. എന്താ ലക്ഷണം? നിങ്ങളുടെ റോഡിലൂടെ എഴുതിയിട്ടോ കൈവിടപ്പെടുന്നവരോർത്തോണം, നിങ്ങളുടെ ഈ റോഡിലൂടെ ആംബുലൻസുകൾ ചിറിപ്പായുവാൻ തുടങ്ങും. മുറിവേറ്റവരെ കൊണ്ട് നിങ്ങളുടെ ഹോസ്പിറ്റൽ നിറയും, നഴ്സുമാരെ ജോലി കൂടും. റോഡിൽ മുഴുവൻ ആക്സിഡന്റ് നടക്കും. എന്താ കാര്യം? കാഹളം ധ്വനിക്കുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവേഴ്സ് ഇത് അടുത്ത് ചവിട്ടി നിർത്താനൊന്നും നേരമില്ല. ആക്സിലേറ്റർ എന്ന കാലെടുക്കുന്ന സ്റ്റീറിംഗ് നിന്ന് കൈയെടുക്കും, കപ്പും എതിരെ വരുന്ന വണ്ടിക്കിട്ട് ഇടിയ. കാഹളം ധ്വനിക്കുന്നത് ഗുണപ്പെടാത്തവർക്ക് ഇഷ്ടം പോലെ വണ്ടിയും കാറും ഒക്കെ കിട്ടും, പക്ഷേ ഇടിയേറ്റത് കിട്ടത്തുള്ളത്. ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിക്കപ്പെട്ടവരുണ്ട്. ട്രെയിൻ നിർത്താൻ സമയമില്ല, പറന്നു പോവും, ട്രെയിനുകൾ പാളം തെറ്റും. പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റുകളുണ്ട്. താഴെ ലാൻഡ് ചെയ്തിട്ട് പോകാൻ നേരമില്ല, അവർക്ക് നല്ല സൗകര്യം അവിടെ നിന്ന് അങ്ങോട്ടങ്ങ് പോകാൻ. അവരവിടുന്ന് പോയാലും നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മൾ ഒന്നിച്ച് അങ്ങ് ചെല്ലത്തുള്ളൂ. അതാ ദൈവത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ പാൻ അമേരിക്കൻ കമ്പനിയായിരുന്നു വലിയ വിമാന കമ്പനി, ഇപ്പം പൊട്ടി. അവരെ ഒരു പരിഷ്കാരം ഏർപ്പെടുത്തി. ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ്. എന്തെന്നറിയാവോ? അവരിൽ ആരോ വേദോത്സവം വായിച്ചപ്പോൾ, തെളിവുള്ളവും വായിച്ചപ്പോൾ റാപ്ചർ കണ്ടു. റാപ്ചർ, കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശരീരം രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ സൺഡേ സ്കൂളിൽ പഠിച്ചവന് മനസ്സിലായിടാ, കാഹളം ധ്വനിച്ചാൽ രക്ഷിക്കപ്പെട്ടവൻ പറക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു? സൺഡേ സ്കൂൾ പഠിച്ചവനാണ് പൈലറ്റെങ്കിൽ, രക്ഷിക്കപ്പെട്ടവനാണ് പൈലറ്റെങ്കിൽ, രക്ഷിക്കപ്പെടാത്തൊരുത്തനെ കോ പൈലറ്റായിട്ട് വിടാൻ തുടങ്ങി. നീ പോയാലും ഞങ്ങളുടെ പൈലറ്റ് ഞങ്ങളുടെ പ്ലെയിൻ പോകരുത്, രക്ഷിക്കപ്പെട്ടവൻ പറഞ്ഞാൽ ഗുണപ്പെടാത്തവൻ നിയന്ത്രണം എടുത്ത് താഴെ കൊണ്ടുവരണമെന്ന്. അവരും പറയുന്നു കാഹളം ധ്വനിക്കാറ്. മുറിവേറ്റവരെ കൊണ്ട് നിറയും, ഹോസ്പിറ്റലിൽ നിറയും, സകല ഫ്ലൈറ്റും റദ്ദാക്കപ്പെടും. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടുന്ന് പോകും. ആൻറ്റി ക്രൈസ്റ്റ് ഭരണമേൽക്കും. മനുഷ്യൻ ഇതുവരെ ഉണ്ടാകാത്ത വലിയ കഷ്ടകാലമുണ്ടാകും. നിമിഷം കൊണ്ട് ഇതൊക്കെ നടക്കും. പെട്ടെന്ന് തീഫൻ്റെ നൈറ്റ് നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. ഒരു പേരിന് ഒരു സഹോദരി ഭർത്താവോടെ വന്ന് സുവിശേഷം കേട്ടു. അന്ന് ഇതാ പ്രസംഗിച്ച്, രണ്ടുപേരും ഒരുമിച്ച് കിടക്കല, ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ കൈവിടപ്പെടും. ഇത് പ്രസംഗം കേട്ട് വീട്ടിൽ പോയാണ്ട് അവൾ കാണുക റാപ്ചർ സംഭവിക്കുന്നു. രാവിലെ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ അവിടെ ഭർത്താവിനെ കാണുന്നില്ല. അവൾ നോക്കുമ്പം ബാത്റൂമിലേട്ട് ഭർത്താവ് റോസറും കൊണ്ട് പോയതാ, സോപ്പും കൊണ്ട് പോയതാ, അവിടെ കിടപ്പുണ്ട്, ആളെ കാണുന്നില്ല. അവിടെ വീട്ടിൽ സഹായിക്കാൻ രാവിലെ ആൾ വരും, ആ ചേച്ചിയെ കാണുന്നില്ല. പച്ചക്കറി അരിയാൻ എടുത്തിട്ട് സാധനം അവിടെ കിടപ്പുണ്ട്. ചേച്ചിയുടെ ഒരു കുഞ്ഞ് വരും, ആ കുഞ്ഞൊരു ടോയ് ഇട്ടുകൊണ്ടിരുന്ന, ആ ടോയ് ഓടുന്നുണ്ട്, കുഞ്ഞിനെ കാണുന്നില്ല. അവൾക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു. അവിടെയൊക്കെ വിളിക്കുന്നില്ല. അവിടെ അമ്മാവി ആൻറ്റി രക്ഷിക്കപ്പെട്ടവൾ ആൻറ്റിയെ വിളിച്ചു. ആൻറ്റിയുടെ ഫോൺ റിങ് ചെയ്യുന്നില്ല, എൻഗേജ്. പെട്ടെന്ന് കാർ എടുക്കുന്നു. റോഡിലെല്ലാം ഭയങ്കര ബഹളങ്ങൾ, മുറിവേറ്റവരെ കൊണ്ട് ചീറിപ്പായുന്നു ആംബുലൻസുകൾ. ഓടിച്ചവൾ ചെന്നപ്പോൾ ആൻറ്റിയുടെ വീട് തുറന്ന് കിടക്കുന്നു. നോക്കുമ്പോൾ ആൻറ്റി അവിടെ കാണുന്നില്ല. ടെലഫോൺ റിസീവർ ഇങ്ങനെ കാടിൽ തൂങ്ങിക്കിടക്കുന്നു. ആൻറ്റി ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാഹളം ധനിച്ചപ്പോൾ ഫോൺ ട്രാഡിൽ നിൽക്കാൻ നിന്നില്ല, ആൻറ്റി പറന്നു. റോഡിലൂടെ ട്രാക്ടറുകൾ തന്നെ ഇങ്ങനെ ഓടും. ട്രാക്ടർ ഓടിച്ചുകൊണ്ടിരുന്നവൻ പറക്കും. ഇതൊക്കെ സംഭവിക്കും, ഏത് നിമിഷവും സംഭവിക്കും. രോഗി അടികിലേക്ക് ചെല്ലുമ്പോൾ ഇഞ്ചക്ഷൻ ചെല്ലാൻ നേഴ്സ് ചെല്ലുകയും രോഗി അപ്രത്യക്ഷനാവും. കെട്ടുകഥ പറയല്ല, വേദവസ്തം പറഞ്ഞ് ഇതുവരെ സംഭവിച്ചെങ്കിൽ ഇനിയുള്ള സംഭവിക്കും. വിശ്വാസമുള്ളവർ കൈ ഉയർത്തി സ്തോത്രം പറ. പറക്കാൻ റെഡി ആയിക്കോണം. ചുമ്മാല്ലേ ചങ്ക് കീറുന്നേ, ചുമ്മാല്ലേ ചങ്ക് പൊട്ടുന്നേ. ചങ്ക് കീറി നിങ്ങളോട് വിളിച്ചു പറഞ്ഞ ഒരാളെങ്കിലും ഇതിനകത്ത് വിടുവിക്കപ്പെടണം. ഞാൻ വാക്ക് നിർത്താൻ പോവാം, സമയം പോയതുകൊണ്ട്. ഞാനിതുവരെ പറഞ്ഞ റാപ്ചറിനെ കുറിച്ച് കാണാതെയാവും. ഒന്ന് പറഞ്ഞേ,
ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സംഭവിക്കാം. കാഹളം ധ്വനിച്ചാൽ അടുത്ത വാചകം പറയാൻ ഞാൻ കാണില്ല, എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് താഴെ പോകും, ഞാൻ പോവും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. 25 നിലയുണ്ടെങ്കിലും അപ്പുറത്തങ്ങ് പോകുന്നുണ്ട്. ഇനി ഒരു കാര്യം പറഞ്ഞ് നിർത്താം. എന്നെ നോക്കിക്കേ, ഈ യോഗം തീരും മുമ്പ് ഇപ്പോൾ കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പം കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ. ഇവിടെ ഇരുന്നൊരു 60%, അതൊക്കെ കണക്കാക്കാം, അങ്ങ് പോയി. ബാക്കിയുള്ളത് ഇവിടെ ഇരുന്നു. കൂട്ടത്തിൽ ഞാനും ഈ മൈക്കും കൊണ്ട് ഇവിടെ നിന്നാലോ? മനസ്സിലായില്ലേ? ബാക്കിയെല്ലാം ഇവിടെ എന്നെ തല്ലിക്കൊല്ലും. ഞാനിതുവരെ പ്രസംഗിച്ചെന്നാ റാപ്ചർ. ഞാൻ ഉദാഹരണം പറയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളെ. നന്നായി പാടുന്നു. ഇങ്ങനെ വേണം പാടാൻ, ഇങ്ങനെ വേണം ഡ്രസ്സ് ചെയ്യാൻ. ഈ പിണങ്ങൊന്നും ചെയ്യരുത് എൻ്റെ നേരെ. ഞാൻ ഉദാഹരണം പറയാം. അതെ, ഇവർ പാടാൻ പോവാ, എന്താണെന്ന് എനിക്കറിയില്ല. പാടുന്ന കൂട്ടത്തിൽ കാഹളം ധ്വനിച്ചു. പാടിക്കൊണ്ട് നിന്നവനങ്ങ് പോയി. കൊട്ടിക്കൊണ്ട് ഇവിടെ നിന്നാലോ? കർത്താവ് താൻ ഗംഭീരമാ പാടിയേ. തിരിച്ചു കൊട്ടിക്കൊണ്ട് നിന്നവർ കാണുന്നില്ല, പാടിക്കൊണ്ട് നിന്നവർ അപ്പോഴും കാണുമ്പോ പാടിക്കൊണ്ട് നിന്നാലോ എന്നാ ഞാൻ പറഞ്ഞു. നമ്മുടെ അല്ല എന്നാ ഞാൻ പറഞ്ഞു. ജനറൽ കൺവെൻഷനുകൾ നടക്കുന്ന സമയത്താന്നിരിക്കട്ടെ കാഹളം ധ്വനിച്ചത്. അപ്പോഴും സ്റ്റേജിൽ കുറച്ചുപേർ ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നാലോ? സംഭവിക്കും. രണ്ടുപേരൊരു കിടക്കയിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ കൈവിടപ്പെടും. വചനം കേട്ടിട്ട് നീ കൈവിടപ്പെടരുത്. ഇത്രയും കേട്ടിട്ട് നിനക്ക് മാനസാന്തരം ഇല്ലല്ലോ. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. റാപ്ചറുണ്ട് എനി ടൈം. അമേരിക്കയിലൊക്കെ ചില കാറിൻ്റെ പുറകെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വാഹനം ഓടിക്കുന്നവൻ എപ്പോഴും അപ്രത്യക്ഷനാകാം, ഏത് നിമിഷവും എന്ന് പറഞ്ഞിട്ട് പുറകിന് വരുന്നത് സൂക്ഷിച്ച് വേണം. ഏത് നിമിഷവും നാം കാണാതാവും. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പെന്തക്കോസുകാരന് പോലും റാപ്ചർ കെട്ടുകഥയാ. വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ് ചുമ്മാതാന്നാ, റാപ്ചർ ഇല്ലെന്നാ. പക്ഷെ വേദവസം പറഞ്ഞ് കണ്ണിമേക്കുന്നതിൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കും. കണ്ണടച്ച എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ഞാൻ ക്രൂശിക്കപ്പെടുന്ന ഉയർത്തി യേശുവിൻ്റെ രക്തത്താൽ നിൻ്റെ പാപം മോചിപ്പിക്കപ്പെട്ടെന്ന് ഉറപ്പുണ്ടോ? കുഞ്ഞെ കഴുകപ്പെട്ടെന്ന് ഉറപ്പുണ്ടോ? ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഈ രാത്രി കാഹളം ധ്വനിച്ചാൽ എടുക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? മരണമാണെങ്കിൽ എടുക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? യേശുവോടൊപ്പം ആയിരിക്കുന്ന ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേ, യേശുവേ എന്നെ കഴുകണേ, എന്നെ വിശുദ്ധീകരിക്കട്ടെ, ഞാൻ കൈവിടപ്പെട്ടു പോവല്ലേ, എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് കരഞ്ഞെന്ന് പ്രാർത്ഥിച്ചാട്ട് എന്നെ കഴുകണമേ. എൻ്റെ ഓട്ടോ അധ്വാനം വൃതാവാകല്ലേ കർത്താവേ. സമർപ്പിക്കുന്നവർക്കായി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട് യേശുവേ, യേശുവേ, യേശുവേ എന്ന് പറഞ്ഞാട്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിനായി ഏൽപ്പിക്കപ്പെടും. കൈകളൊക്കെ നന്നായി ഉയർത്തിപ്പിടിക്കും. യേശുവേനെ കഴുകണമേ. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. ഈ രാത്രി സകല ബുദ്ധിയും സമാധാനം അവരുടെ അന്തരാത്മാവിൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഇതിനകത്തുനിന്നവർ സ്വസ്ഥതയോട് മടങ്ങട്ടെ, ഉറപ്പ് പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി ചിലരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടട്ടെ, ചിലരുടെ പാപം ഇന്ന് രാത്രി കഴുകപ്പെടട്ടെ, സ്വർഗീയ സന്തോഷങ്ങളുടെ ഉള്ളിൽ നിറയപ്പെടട്ടെ കർത്താവേ. നിന്റെ കരം തൊടുന്നോർത്ത് സ്തോത്രം, നിന്റെ ശക്തി വ്യാപരിക്കുന്നോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. നാളെ രാവിലെ ഇവിടെ സ്നാനമുണ്ട്. പക്ഷെ നാളെ രാവിലെ നിങ്ങൾ സ്നാനപ്പെടാനല്ല, സ്നാനപ്പെട്ടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ രക്ഷിക്കപ്പെട്ടിട്ടും? ക്രൂശിൽ നിനക്ക് വേണ്ടി പിടഞ്ഞ വേദന, കർത്താവിൻ്റെ കൽപ്പനയാണ് സ്നാനമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് അനുസരിക്കാൻ എനിക്ക് മനസ്സുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ഒരവസരം ദൈവം തന്നാൽ തടസ്സം മാറാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ കൈ ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. ഒരവസരം നിങ്ങൾക്ക് തന്നില്ലെന്ന് വരരുത്, അതിനുവേണ്ടിയാണ്. 2024 വേണ്ടി പ്ലാനും പദ്ധതിയും തയ്യാറാക്കി പലർക്കും 2023 അവസാനം കാണാൻ കഴിയില്ല. ദൈവം നമ്മുടെ ആയുസ് ദീർഘമാക്കി. ഈ രാത്രിയിൽ സ്നാനപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സമർപ്പിക്കുന്നെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപരിക്കട്ടെ. 3 ദിവസമായി ദൈവം സംസാരിക്കുന്നു. ഇനി എത്ര നാളെ ഈ ഭൂമി നമ്മളുണ്ടെന്നറിയില്ല. ഒന്നിൽ റാപ്ചർ, അല്ലെങ്കിൽ നമ്മുടെ ജീവാവസാനം. ലഭിക്കുന്ന ദിവസങ്ങൾ യേശുവിന് വേണ്ടി നിൽക്കണം, കർത്താവിൻ്റെ സാക്ഷിയാകണം. നീ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒരാളോടെങ്കിലും പറയാൻ തയ്യാറാകണം.
എന്നെ അതിനായി സമർപ്പിക്കുന്നു പറയുന്നവർ കൈ ഉയർത്തിപ്പിടിക്കുക. എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ലഭിക്കുന്ന അവസരം എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയാകുമെന്ന് പറയുന്നു. കൈ നന്നായി ഉയർത്തിപ്പിടിക്കുമോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. നീ അവരുടെ നാവിനെ തൊടണമേ, അവരുടെ വായെ തുറക്കണമേ, അവരുടെ വായിൽ നീ വചനം നൽകണമേ. അവർ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ വ്യാപരിക്കണമേ. അവർ ശാസിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരം വിട്ടുമാറണമേ. അവരെ ഇടിവിൽ നിൽപ്പാനും കരയാനും നീ അവർക്ക് മേൽ അഭിഷേകം നൽകണം. നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കുന്നവർക്ക് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈ